ഇന്നലെ നമ്മള് സുന്നത്ത് പറഞ്ഞു തുടങ്ങി വുളൂഇന്റെ മുങ്കും ഷഹാദത്തും പറയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു കൂട്ടത്തിൽ ബിസ്മി അല്ലൽ സുന്നത്തുള്ള ചില കാര്യങ്ങൾ ഇനി അടുത്ത സുന്നത്തിലേക്ക് കടക്കുകയാണ്. തസ്മിയത്താണല്ലോ നമ്മൾ തുടക്കം പറഞ്ഞത് സുന്നത്തുകളുടെ കൂട്ടത്തിൽ. സുന്ന തസ്മിയത്തുൻ എന്നാണ് നമ്മൾ തുടങ്ങിയത്. അടുത്തത് ഫഗ്സുലുൽ കഫൈനി, തുടർന്ന് 2 മുങ്കൈ കഴുകുക. അപ്പോ വാക്കിൽ ബിസ്മി കൊണ്ട് തുടങ്ങുക, നിയ്യത്ത് കൽബിൽ കരുതുക, എന്നിട്ട് മുങ്കൈ 2 കഴുകുക. എങ്ങനെ കഴുകുക? മുങ്കൈ കഴിയുന്നിടത്ത് ഇല്ല, മറിച്ച് അവിടുത്തെ സുന്നത്ത് 2 കൂടി ഒന്നിച്ച് കഴുകല. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് മഅൻ എന്ന് പറഞ്ഞത്. അപ്പൊ മുങ്കൈ കഴുകുക എന്ന് പറയുന്ന ഒരു സുന്നത്താണ്, അത് 2 കൂടി ഒന്നിച്ചാവുക എന്ന് പറയുന്നത് മറ്റൊരു സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോ ആദ്യം വലത്തേ മുങ്കൈ കഴുകി പിന്നെ ഇടത്തേ മുങ്കൈ കഴുകി, അങ്ങനെ കഴുകിയാൽ മുങ്കൈ കഴുകുക എന്ന് പറയുന്ന സുന്നത്ത് കിട്ടും. പക്ഷേ 2 മുങ്കയും കൂടി ഒന്നിച്ച് കഴുകുക എന്നവരുടെ മറ്റൊരു സുന്നത്താണ്, ആ സുന്നത്ത് ഇഷ്ടപ്പെടും. ഏതുവരെയാണ് കഴുകേണ്ടത്? ഇരൽ കൂഅൈനി, 2 മണിബന്ധം വരെ ആണ് എന്ന് പറഞ്ഞാൽ ആ മണിബന്ധം ഉൾപ്പെടെ കഴുകുക, അതാണ് അതിന്റെ സുന്നത്ത്. എന്നാണല്ലോ കൊണ്ട് നമ്മൾ അൽഫിയോദ്യപ്പം പഠിച്ച്. എന്ന് പറഞ്ഞാൽ ഇടവേള ഇല്ലാതെ ഒന്നിന്റെ ശേഷം മറ്റൊന്ന് എന്നാണ് വരിക. അപ്പൊ ബിസ്മി ആദ്യം ചൊല്ലി കഴിഞ്ഞതിന്റെ ശേഷമാണ് മുങ്കൈ കഴുകേണ്ടത് എന്നാണല്ലോ ഫാവ് കൊണ്ട് അത്ര ചെയ്ത് കൊടുത്ത് തോന്നുക. അതിന് പറയുന്ന അങ്ങനെയല്ല. ആ ഫാവ് നിങ്ങളാ പറഞ്ഞ വൽഫാവുലിത്തർത്തീബിബിത്തിസ്വാലി എന്ന് പറഞ്ഞ ഹുക്കുമപ്പെട്ടതല്ല, മറിച്ച് ഫാവിന് വരുന്ന മറ്റ് മാനകളിൽപ്പെട്ട മറ്റൊരു മാനയാണ് മയ്യത്തിന്റെ മാന. ആ അർത്ഥാണ് ഇവിടെ ഉള്ളത് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് മാറ്റസ്മിയത്തി എന്ന് കൂട്ടിക്കൊടുത്ത്. അപ്പൊ അത് 2 കൂടി കൺഫ്യൂഷൻ ആകണ്ട. ഫാ അത്തുഫിന് തെർത്തീബിന്റെ മേലില് ബിലാമൊഹല തെർത്തീബിന്റെ മേലിൽ അറിയിക്കും എന്ന് നമ്മൾ പറഞ്ഞത് അതിന്റെ അസ്ലി ഹഖീഖിയായ മാനയാണ്. മാന്റെ മാനക്ക് വരുന്നത് അതിന്റെ മജാസിയായ മാന. ഇവിടെ മജാസിയ മാന ഉദ്ദേശം നടത്തും എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലല് നാവ് കൊണ്ട് പറയുമ്പോൾ ആ തസ്മിയത്തിനോട് മുഖത്തരിനായിട്ട് ചേർന്നുകൊണ്ട് അതിന്റെ കൂടെ ഒപ്പം തന്നെ വേണം എന്ത് മുങ്കൈ കഴുകാന്. എന്നാ ബിസ്മി ആണെങ്കിൽ എങ്ങനെയാ വേണ്ടത്? അൽ മുഖത്തരിനത്ത് പിന്നീയ, നിയ്യത്തിനോട് അന്വരിച്ചുകൊണ്ടാണ് ബിസ്മി അല്ലേണ്ടത്. എന്ന് പറഞ്ഞാൽ നിയ്യത്ത് കൽബിലല്ലേ, കൽബിൽ നിയ്യത്ത് ചെയ്യുകയും നാവ് കൊണ്ട് ബിസ്മി ചൊല്ലുകയും മുങ്കൈ കഴുകുകയും ചെയ്യുക എന്നത് 3 കൂടി ഒപ്പാണ് ചെയ്യേണ്ടത്. അപ്പോ ഈ ഫാവ് ഇവിടെ ഏകദേശം മാന്റെ മാനക്കാണുള്ളത് എന്നർത്ഥം. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഇഷ്കാലുണ്ടാവും. അപ്പൊ പിന്നെ എന്താ കാട്ടുക? ബിസ്മി നിയ്യത്ത് നാവ് കൊണ്ട് പറയുന്ന സുന്നത്തുണ്ടല്ലോ, അത് കൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്ത് ബിസ്മി ചൊല്ലിയതിനു ശേഷം നാവ് കൊണ്ട് പറയാ. എന്നാൽ ആ നിയ്യത്ത് ഈ നാവ് കൊണ്ട് പറയുന്നതിനെ കൂടി ഉൾപ്പെടുത്തും. മനസ്സിലായില്ലേ? ഇനി ഇപ്പോ ആദ്യം മുങ്കൈ കഴിയണം എന്ന് പറയുമ്പോ മുങ്കയിൽ എന്തെങ്കിലും നജസ്സോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടുള്ള കഴുകലാണോ ഇത്? അതല്ല. ഇത് വുദൂഇന്റെ മുസ്തഖില്ലൻ സുന്നത്ത് തന്നെയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു മുബാലഗ ഇട്ടത്. ഈ മുങ്കൈ കഴിയണം എന്നത് വഇൻ തവല്ലഅ, ഈ വ്യക്തി വുദൂ ചെയ്യുകയാണെങ്കിലും എന്ത് വേണം? മുങ്കൈ കൈകൾ സുന്നത്ത് തന്നെയാണ്. എന്ത് വുദൂ ചെയ്യാണ്? മിൻ നഹ്വി ഇബ്രീഖിൻ, ഇബ്രീഖ് കിണ്ടി എന്നാ ഞങ്ങളെ നാട്ടിൽ പറയാ. ആലൂരാജിന്റെ നാട്ടിൽ ഇനി എന്താന്ന് അറിഞ്ഞില്ല. കുറച്ച് അങ്ങോട്ട് തെക്കോട്ട് പോയാലും മോളി എന്ന് പറയുന്നവരും ഉണ്ട്. എന്ത് പേര് പറഞ്ഞാലും കീശീരി ഞാനും ഒക്കെ പറയാം, ഞങ്ങളൊക്കെ പറയാം കിണ്ടീന്ന. അതെ, ആലൂരാജിന്റെ അവിടെ അങ്ങനെ തന്നെ. ആയിക്കോട്ടെ, നന്നായിന്ന്. ഇനി പിന്നെ വല്ല എറണാകുളത്തുകാർക്ക് വല്ല മൂളലിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഏതായാലും ആട്ടെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ കൈയിടുന്നില്ലല്ലോ, അതിൽ നിന്ന് ചൊരിച്ചു കഴുകിയല്ലേ. ഇനിയിപ്പോ അങ്ങോട്ടൊന്നും പോകണ്ട, ഇന്നിപ്പോ സർവ്വവ്യാപകമായിട്ട് പൈപ്പ് നിന്നാണല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പോ വെള്ളത്തിൽ കൈയിടുക എന്ന് പറഞ്ഞ പ്രശ്നം വരുന്നില്ല. എങ്കിൽ പിന്നെ അവിടെ മുങ്കൈ കഴുകൽ സുന്നത്തുണ്ടോ? ഉണ്ട്. അതായത് അപ്പൊ കയ്യുമ്മൽ നജസ്സോ അഴുക്കോ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് എന്ന നിലക്കല്ല മുങ്കൈ കഴുകുന്നത്. കോഴിക്കോട് മൂളല്ലേ, ആയിക്കോട്ടെ. മൂളി എന്ന് പറയുന്നത് കേട്ടില്ല ഞാൻ, എവിടുന്നാന്ന് ഉറപ്പില്ലാതുള്ളൂ. ആട്ടെ, അതാണ് വൈന്തവള്ളാന്ന് വാരവത്തിന്റെ ഇട്ടിട്ട് പറഞ്ഞത്. എന്നാലും വേണം. അതല്ലെങ്കിൽ നീ കൈയിട്ട് ഹൗദ് പോലത്തെ നിന്നിട്ട് കൈയിട്ട് വെള്ളം കോരിയെടുക്കുകയാണ്. പക്ഷേ ഔ അലിമ തുഹുറഹുമാ, ഈ ഉദു ചെയ്യുന്നവനറിയാ കയ്യിൽ യാതൊരു അഴുക്കോ നജസോ ഒന്നുമില്ല, ശുദ്ധിയ, എന്നാലും മുങ്കൈ കൈകൾ സുന്നത്തുണ്ട്. എന്താ ഇലിത്തിബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഉദു ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമായി അഊദു ബിസ്മിൻ ചൊല്ലി 2 മുങ്കൈ കൈകളായിരുന്നു. അപ്പോ അങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ചില ഹദീസുകളിൽ കാണാം, രാത്രി ഉറക്കമുണർന്ന് രാവിലെ വുളൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാത്രത്തിൽ കൈമുക്കുന്നതിന് മുമ്പ് മുങ്കൈ 3 പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞോർത്ത് ലായതിരി അയിന ബാത്തത്ത് യദാഹു, അവന്റെ 2 കൈകൾ രാത്രി എവിടെയായിരുന്നു എന്നറിയില്ലല്ലോ എന്ന് പറയാൻ കാരണം, അറബികളൊക്കെ ആദ്യകാലത്ത് മലവിസർജനം ചെയ്താലും മൂത്രവിസർജനം ചെയ്താലും ഒക്കെ കല്ല് കൊണ്ട് ശുദ്ധിയാക്കലേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കൽ വളരെ അപൂർവമായിരുന്നു. അതുകൊണ്ടാണല്ലോ മസ്ജിദുൽ ഖുബാനെ പ്രശംസിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കൂട്ടത്തിൽ ഫീഹി റിജാലു യുഹിബ്ബൂന യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങളെ അല്ലാഹു തആല ശുദ്ധീകരണത്തിന്റെ പേരിൽ വല്ലാതെ പ്രശംസിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്താണ് പ്രത്യേകമായി ഒരു ശുദ്ധീകരണം നടത്തുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ അയൽവാസികളായ അഹ്ലി കിതാബുകളായ ആളുകളൊക്കെ മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം കൊണ്ട് കഴുകാറുണ്ട്. ഞങ്ങൾ പാരമ്പര്യമായി മനസ്സിലാക്കി പോകുന്ന കല്ലുകൊണ്ട് ശുദ്ധിയാക്കും, അതിന്റെ പുറമെ ഈ അഹ്ലി കിതാബുകൾ ചെയ്യുന്നത് പോലെ വെള്ളം കൊണ്ട് കൂടി കഴുകും. അതാണ് അത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ അതിന് പതിവാക്കിക്കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കാണാം, ഇനി നജസ്സുദ്ധിയാക്കുന്ന ബാബിൽ വരുന്നിടത്ത് കാണാൻ ആദ്യം കല്ലുകൊണ്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം വെള്ളം കൊണ്ട് കഴുകൽ ഏറ്റവും അഫ്ളലായ രീതിയാണ്. അപ്പോ ഈ കല്ലുകൊണ്ട് മാത്രം മനോഹരം ചെയ്ത ആളുകള്, ചൂടല്ലേ ഇപ്പത്തേക്ക് എ സി സൗകര്യം ഒന്നും ഇല്ലല്ലോ, രാത്രി വിയർത്തൊലിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ പിന്ദ്വാരത്തിലും മുന്ദ്വാരത്തിലും ഒക്കെ കല്ലുകൊണ്ട് മാത്രം വൃത്തിയാക്കിയവര് ഉറങ്ങുമ്പോ വിയർപ്പൊക്കെ ആ ഭാഗത്തായി സാധാരണ ആളുകൾക്കൊന്ന് ചുരുണ്ട് കിടക്കുമ്പോണ്ടല്ലോ, ഏത് ആ കാബ കൗസൈനിക്ക് കയ്യൊന്നാട് വെക്കല്, അതിപ്പോ അറിയാതെ ഉറക്കത്തിലൊക്കെ അങ്ങനെ വെച്ചു പോവും. അങ്ങനെ വരുമ്പോൾ ഈ വിയർപ്പുമായിട്ട് കലർന്ന അഫുള്ളതാണെങ്കിൽ പോലും നജസ് ഈ കയ്യിലൊക്കെ പുരളാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാത്രി കൈ എവിടെ എന്തായാലും പറയാൻ കഴിയൂല, ചിലപ്പോ വല്ല രസമൊക്കെ ആവാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ 3 പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞപ്പം അതൊരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം ചെയ്തതാ. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല മുങ്കൈ കഴുകണം എന്ന് പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ ഈ സുന്നത്തുകളൊക്കെ പാലിച്ച് ആദ്യം കല്ലുകൊണ്ട് വൃത്തിയാക്കിയതിന്റെ പുറമെ വെള്ളം കൊണ്ട് തന്നെ വൃത്തിയാക്കുന്ന ഏറ്റവും അഫ്ളലായ രൂപത്തിലായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ. അങ്ങനെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകലോ രാത്രിയോ എപ്പോൾ വുളൂ ചെയ്യുകയാണെങ്കിലും ആദ്യം മുങ്കൈ കഴുകിയിരുന്നു. അതുകൊണ്ട് അത് ശുദ്ധിയുള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിലും വെള്ളത്തിൽ കൈയിട്ട് കോരുന്നില്ലെങ്കിലും കൈ കഴുകുക എന്ന് പറയുന്നത് ഇത്തിബാന് അത് സുന്നത്ത് തന്നെ ആട്ടെ. കൈ 3 പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ ഫസിവാക്കുൻ, പിന്നത്തെ സുന്നത്ത് മിസ്വാക്ക് ചെയ്യലാണ്. മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സുന്നത്ത്. അതിന് എങ്ങനെ രീതി, അതിന്റെ അഫ്ളലായ രീതി അർവൻ ഫിൽ അസ്നാനി, പല്ലുകളുടെ അകലത്തിലാണ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്.
അതേസമയത്ത് പല്ലിന്റെ നീളത്തിലാണെങ്കിലോ കറാത്താവും. മിസ്വാക്ക് ചെയ്ത് സുന്നത്തിട്ടും പക്ഷേ അകലത്തിലാകുക എന്ന് പറയുന്നത് കറാത്താണ്. അപ്പൊ എന്താ മിസ്വാക്ക് ചെയ്യാന്നറിയല്ലോ സ്വന്തം ഒരു സുന്നത്ത്, അത് പല്ലിന്റെ അകലത്തിലാകുക എന്ന് പറയുന്ന മറ്റൊരു സുന്നത്ത്. അകലത്തിൽ എന്ന് പറഞ്ഞപ്പോ നമ്മൾ സാധാരണ ചെയ്യും പോലെ പല്ലിങ്ങനെ മേലെ വരി കീപ്പോട്ടും താഴെ വരി മേപ്പോട്ടും ആണല്ലോ, അതാണ് അതിന്റെ നീളം നിരട. അപ്പം മേപ്പോട്ടും കീപ്പോട്ടും നോക്കിയിട്ട് തേക്കുന്നത് കറാത്താണ്. മറിച്ച് പല്ലിന്റെ നീളത്തിൽ വരുന്ന നീളത്തിലല്ല അകലത്തിൽ വരുന്ന നിലക്ക് ആണ് തേക്കേണ്ടത്. അപ്പൊ പിന്നെ ഒരു ഇഷ്കാലുണ്ട്. അങ്ങനെ സുന്നത്താവുമ്പോ ഈ പല്ല് ദന്ത ഡോക്ടർമാര് എന്ന് പറയുന്ന ടീം ഒരു പല്ല് തേക്കാൻ പറയുമ്പോ എന്ത് പറയും? ബ്രഷ് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് മേലെ വരി പല്ലിന്റെ മേലെ അറ്റത്തുനിന്ന് കീപ്പോട്ട് ഇങ്ങനെ തേക്കണമെന്നും താഴെ വരി പല്ലിന്റെ താഴെ തലക്കുന്ന മേപ്പോട്ട് ഇങ്ങനെ ആക്കണമെന്നും പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ കറാത്ത് പെടുവോന്ന് അവര് പറയുന്നത് യഥാർത്ഥത്തിൽ ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു സുന്നത്തുണ്ട്. ആ സുന്നത്ത് നമ്മൾ കൈവിട്ടത് കൊണ്ടുള്ള തകരാറാ. പല്ലിന്റെ ഇടകുത്തൽ വളരെ മോക്കതായ സുന്നത്താണെന്ന് പറയും. പല്ലിന്റെ ഇടകുത്തുക അത് ചെയ്യണോന് പിന്നെ ഈ ദന്തിഷ്ടുകൾ പറയുന്ന നിലക്കുള്ള ഈ മേലെന്ന് കീപ്പോട്ടും താഴ്ന്ന് മേപ്പോട്ടും തേക്കേണ്ട ആവശ്യം വരുന്നില്ല. ആട്ടെ, അപ്പൊ അർവൻ ഫില്ലസനാനി പല്ലുകളിൽ അതിന്റെ അകലത്തിലാണ് തേക്കേണ്ടത്, നീളത്തിലല്ല എന്നർത്ഥം. നീളത്തിൽ അറിയാം മേപ്പോട്ടും കീപ്പോട്ടും തേക്കണ കോലാവുമ്പോൾ ആ പല്ലിന്റെ നീളം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. മേലെ പല്ല് കീപ്പോട്ടും താഴെ പല്ല് മേപ്പോട്ടുമാണ് അതിന്റെ നീളം. അപ്പം മേപ്പോട്ടും കീപ്പോട്ടും വായിച്ച് എന്താക്കാൻ പാടില്ല, തേക്കാൻ പാടില്ല. അറവിൽ അതിന്റെ അകലത്തിൽ തേക്കണം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്നിട്ട് കോട്ടിലേക്ക് അങ്ങോട്ട് തേക്കുക. അപ്പോ പല്ലിന്റെ അകലത്തിലാണല്ലോ വരിക അറവില്. വാഹിറൻ പല്ലിന്റെ പുറം ഭാഗത്തിലും വബാത്തിനൻ പല്ലിന്റെ അകത്തും, അകവും പുറവും. അതിന്റെ വിശദമായ രൂപം പണ്ട് നമ്മള് ഖുലാസോദ്യമം പറഞ്ഞാണ്. അതായത് ആദ്യം വലത്തെ ഭാഗത്തെ മുകളിലെ വരി പല്ലിന്റെ പുറം ഭാഗം ആദ്യം തേക്കുക, പിന്നീട് അതിന്റെ അകഭാഗം വശം തേക്കുക. അനന്തരം വലതുവശത്തെ താഴെ വരിയിലെ പല്ലിന്റെ പുറം ഭാഗം ആദ്യം തേക്കുക, പിന്നെ അകം തേക്കുക. അതിനുശേഷം ഇടതുവശത്തെ മേലെ വരി പല്ലിന്റെ പുറം ഭാഗം ആദ്യം തേക്കുക, പിന്നെ അതിന്റെ അകം തേക്കുക. എന്നിട്ട് പിന്നെ ഇടതുവശത്തെ താഴെ വരിയുടെ പുറം ആദ്യം തേക്കുക, പിന്നെ അകം തേക്കുക. ഇങ്ങനെ ആണ് അതിന്റെ വിശദമായ രൂപം പണ്ട് നമ്മൾ പറഞ്ഞത്. എന്നാൽ തൂലൻ നീളത്തിൽ തേക്കൽ സുന്നത്തുണ്ട് ഫില്ലിസാനി നാവിൽ. നമ്മളിൽ ചിലരെങ്കിലും പല്ല് തേക്കുകയല്ലാതെ നാവ് തേക്കുന്നവർ കുറവാ. നമ്മളെ കേരളക്കാരുടെ പ്രത്യേക ഒരു ആചാരമാണ് ഈ നാവ് വടിക്കുക എന്ന് പറഞ്ഞിട്ട്. പണ്ട് കാലത്ത് നമ്മള് പച്ച ഓലയുടെ പച്ച ഈളെടുത്തിട്ട് നാവ് വടിച്ചിരുന്നു. അത് തെറ്റാണെന്നല്ല, പക്ഷേ അതല്ല സുന്നത്ത്. മറിച്ച് ഈ പല്ല് തേച്ച അതുപോലെ മിസ്വാക്ക് കൊണ്ട് തന്നെ നാവിലും തേക്കുക. പക്ഷെ നാവിൽ തേക്കുമ്പം എങ്ങനെയായിരിക്കണം? നാവിന്റെ നീളത്തിലായിരിക്കണം. അവിടെ എന്താക്കാൻ പാടില്ല, വിലങ്ങനെ അല്ലാന്നർത്ഥം. പല്ലിന്റെ നേരെ വിപരീതം. വിലങ്ങനെ നമുക്കറിയാം, നാവിന്മേൽ ധാരാളം ഈ രസമുകുളങ്ങൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. അതിന് പൊട്ടും മുറിവും വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ തേക്കേണ്ടത് നീളത്തിലാണ്, അകലത്തിലല്ല. അതിന്റെ പുറമെ മേലെണ്ണാക്കും തേക്കൽ സുന്നത്തുണ്ട്. അത് പരിചയമില്ലാത്തവർ മേലെണ്ണാക്ക് തൊട്ടാൽ അപ്പോൾ അവർക്ക് ചുമ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ തുമ്മൽ വരും, ഒക്കെ വരും. അത് ശീലം ചെയ്യാഞ്ഞിട്ടാ. വലിയ ശക്തിയിലല്ലാതെ വളരെ പതുക്കെ മയത്തോടുകൂടി മേലെണ്ണാക്കും തേക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ നാവും തേക്കണം നീളത്തില്, പല്ലിന്റെ അകലത്തിലും തേക്കണം, അകവും പുറവും തേക്കണം എന്ന് പറഞ്ഞു. എന്താ കാരണം? ലിൽ ഖബരി സ്വഹീഹി, സ്വഹീഹായ ഹദീസിന് വേണ്ടി. എന്താ ഹദീസ്? ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളുടെ മേൽ മശക്കത്തുണ്ടാവുമായിരുന്നില്ലെങ്കിൽ ലഅമർത്തുഹും, തീർച്ചയായും ഞാൻ അവരോട് നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു, ബിസ്വാക്കി, മിസ്വാക്ക് ചെയ്യലുകൊണ്ട്. എന്റെ കുല്ലി വുളൂഇൻ, എല്ലാ വുളൂഇന്റെ അവസരത്തിലും മിസ്വാക്ക് ചെയ്യണം എന്നതുകൊണ്ട് ഞാൻ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. ഐ അംറ ഈജാബിൻ,
അതായത് നിർബന്ധമായ കൽപ്പന ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. അപ്പൊ കൽപ്പന ഉണ്ട്. കൽപ്പന അതായത് അമ്ര് ഹഖീഖത്തില് വുജൂബിനാണെന്നാണല്ലോ റസൂല് പറഞ്ഞത്. അതാണ് ഇവിടെ അമർത്തുഹും എന്ന് പറഞ്ഞ്. എന്നാൽ ചില അമ്രുകൾ സുന്നത്തിന് വരുന്നുണ്ടല്ലോ, അത് ഹഖീഖിയായ മാനക്കല്ല, മജാസിനാണ്. അപ്പൊ അത് വരുത്താൻ വേണ്ടിയിട്ടായി അമ്ര ഈജാബിൻ, ഹഖീഖിയായ അമ്ര അഥവാ വുജൂബാവുന്ന കൽപ്പന ഞാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പൊ ഒരു ഇസ്കാല് അഹ്കാമുകളൊക്കെ അള്ളാന്റേതല്ലേ. ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും ഹറാമാണെങ്കിലും കറാത്താണെങ്കിലും മുബാഹാണെങ്കിലും ഒക്കെ അള്ളാന്റെ ഹുക്കുമല്ലേ. അള്ളാന്റെ ഹുക്കുമാവുമ്പോ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളായ നിലക്കോ സുന്നത്തായ നിലക്കോ ഉമ്മത്തുകളോട് കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഖിയാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. ഫർളായിട്ട് ഉള്ള കൽപ്പന തെരഞ്ഞെടുത്താൽ നബി തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഫർളായി കൽപ്പിക്കും. സുന്നത്തായ നിലക്കുള്ള കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തതെങ്കിൽ അങ്ങനെ കൽപ്പിക്കും. രണ്ടിനും രണ്ട് ഇതുണ്ട്. ഫർളായ കൽപ്പന എടുത്ത് അതനുസരിച്ച് കൽപ്പിച്ചാൽ പ്രതിഫലം കൂടുതൽ കിട്ടും. പക്ഷെ സംഗതി വശാൽ നഷ്ടപ്പെട്ടു പോയാലോ? നഷ്ടപ്പെട്ടു പോയാൽ കുറ്റക്കാരാവും. അപ്പൊ എന്റെ ഉമ്മത്തുകൾക്ക് എപ്പോഴൊന്നും ഇപ്പൊ അങ്ങനെ കൊണ്ടിറക്കാൻ കഴിഞ്ഞില്ലാന്ന് വന്ന് അബദ്ധത്തിൽ വല്ലപ്പോഴും ഒഴിവായാൽ അതിന്റെ പേരിൽ എന്റെ സാധുക്കളായ ഉമ്മത്തുകൾ കുറ്റക്കാരായി തീരുമല്ലോ എന്ന ബേജാറ് കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല കൊടുത്ത ഈ ഖിയാർ ഫർളായിട്ടോ സുന്നത്തായിട്ടോ കൽപ്പിക്കാം എന്ന ഖിയാറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ അംറിനെ തെരഞ്ഞെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്തിയാർ ചെയ്ത് സുന്നത്തിനെ ഇഖ്തിയാർ ചെയ്തത് കൊണ്ടാണ് ഞാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞത്. കൽപ്പന യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റേത് തന്നെയാണ്. ഫർളായ നിലക്കോ സുന്നത്തായ നിലക്കോ കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഖിയാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല പറയുന്നത് കാരണം. അപ്പൊ ഞാൻ വിഷയം മാറിപ്പോകല്ല, എന്നാലും ചിലതൊക്കെ മനസ്സിലാക്കണമല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഖിയാർ കൊടുക്കപ്പെട്ടാൽ എപ്പോഴും അതിൽ എളുപ്പമുള്ളതിനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുക. മാലം വെക്കും നിസ്മൻ, ആ എളുപ്പമുള്ളത് ഒരു കുറ്റത്തിലേക്ക് വഴിയാകുന്നതാണെങ്കിൽ ഒഴിച്ചുകയർ. അപ്പോ എന്നതുപോലെ പല കാര്യങ്ങളും ഉമ്മത്തിന്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് തങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനെ തെരഞ്ഞെടുക്കാനുള്ള ഖിയാർ കൊടുക്കും അല്ലാഹു തആല. അങ്ങനെ ഖിയാർ കൊടുത്തപ്പെട്ടതാണ് ഫർളായ നിലക്ക് മിസ്വാക്കിനെ കൽപ്പിക്കാം, സുന്നത്തായ നിലക്കും കൽപ്പിക്കാം എന്ന ഖിയാർ കൊടുത്തപ്പം ഉമ്മത്തുകളുടെ മേൽ ഫർളായി കൽപ്പിച്ചാൽ ബുദ്ധിമുട്ടായി പോവല്ലോ എന്ന് പേടിച്ചതുകൊണ്ട് ആ ഫർളായത് എടുക്കാതെ സുന്നത്തിന്റെ അവസ്ഥയെ തെരഞ്ഞെടുത്തുകൊണ്ട് കൽപ്പിച്ചു എന്നർത്ഥം. വയാസുലു, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കുക, അപ്പം കുറിച്ച് വെച്ചോളി, മനസ്സിലായില്ലേ? വയാസുലു ബി കുല്ലി ഹസനിൻ. ഇപ്പം വുദു ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാ ഈ മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുന്ന സുന്നത്ത് കരസ്ഥമാകും ഏത്? ഈ സിവാക്ക് ഹാസിലാവുന്ന, മനസ്സിലായില്ലേ? സിവാക്ക് ഹാസിലാകാതെ സിവാക്ക് സുന്നത്താണ് ആദ്യം പറഞ്ഞും ചെയ്ത്. അപ്പൊ സിവാക്ക് മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്ത് കരസ്ഥമാകും. എന്തുകൊണ്ടൊക്കെ? ബികുല്ലി ഹസനിൻ, അങ്ങനെ ഒരു വായന ഉണ്ട്. അതിനെക്കാട്ടിലും മഷൂറായ വായന ബികുല്ലി ഹിസിനിൻ നാലുലജ്, രണ്ടിനും കസ്റു കൊണ്ടുള്ള വായനയാണ് അത്ര മഷൂർ. എന്നാൽ ഖാന് ഫത്തുഹും ഷീനിന് കസ്റും കൊണ്ടുള്ള വായനയും ഓക്കെയാണ്, അങ്ങനെയും ആവാം. ഹഷിനെന്നും വായിക്കുക, ഹിസിനെന്നും വായിക്കുക. ഏതായാലും ഉരമുള്ള ഏത് വസ്തു കൊണ്ടും ആവാം. ഉരമുള്ള ഏത് വസ്തു കൊണ്ടും ആവാം. അത് ത്വാഹിറായതാവട്ടെ മുത്തനജ്ജിസായതാവട്ടെ. ഇനി മുബാലഗത്തം പറഞ്ഞാൽ നൈനു നജസ് ആണെങ്കിൽ പോലും ഹഷിനാണെങ്കിൽ സുന്നത്ത് കിട്ടും എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു വ്യക്തമാക്കിയത്. അതേസമയത്ത് നജസ് കൊണ്ടായാൽ അത് കിട്ടൂല എന്നാണ് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വ്യക്തമാക്കിയത്. ഓക്കെ, അപ്പോ വലൂബിൻ അതൊരു വടിയും കൊള്ളിയും തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു തുണിക്കഷ്ണം പോലത്തെ കൊണ്ടായാലും മതി. കുറച്ചൊരു ഒരള്ള സൈസ് ഒരു തുണി, ഇപ്പൊ ഒരു കോട്ടൺ തുണിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു കോട്ടൺ തുണി, അത് അത്യാവശ്യം കുറഞ്ഞൊരു ഒരണ്ട്, അതുകൊണ്ട് തേച്ചാലും മതി. അത് കുറച്ചിങ്ങനെ ചുറ്റി പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ തേച്ചോളി, എന്നാലും കിട്ടും സുന്നത്ത്. അതല്ലെങ്കിൽ വിരലും വലിയ ചെറിയ തുണിക്കഷ്ണം ചുറ്റിക്കാണ്ട് തേച്ചോളി, എന്നാലും കിട്ടും സുന്നത്ത്. ഇനി വേണ്ട ഔ
ഉഷ്ണാനിൻ അവിടെ അങ്ങനെ തന്നെ ദൊമ്മോണ്ടും വായിക്കാം, ഇഷ്നാൻ എന്ന് കെസറുകൊണ്ടും വായിക്കാം. ബാഗപ്പൊടി എന്നാ പണ്ട് പറയല്. അതായത് ബാഗന്റെ ഒരു സൈസ് കായുണ്ട്. ആ കായിന്റെ പൊടി സോപ്പും പൊടിന്റെ സ്ഥാനത്ത് മുമ്പ് കാലത്ത് ഉപയോഗിച്ചിരുന്നു. ആ കായ കൊണ്ടും അത് പൊടിച്ചിട്ട് ആ പൊടി കൊണ്ടും സോപ്പിന്റെ സ്ഥാനത്ത് ഉപയോഗിച്ചിരുന്നു. അത് പൊടിയാക്കിയാൽ ആ പൊടിക്ക് കുറച്ചൊരു ഒര ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പൽപ്പൊടിയൊക്കെ ഇല്ലേ ഉപയോഗിക്കണ്, അതന്നെ പൽപ്പൊടി. പട്ടണം പൊടിയല്ല, എന്താ നമ്പൂതിരിപ്പൊടിയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊടികളുണ്ട്. അല്പം ഒരു ഒര വിരലുമേൽ പറ്റിയാല് ഒരു ഒരം കിട്ടുന്ന സൈസുള്ള പൊടിയാണെങ്കിലും വിരോധമില്ല. കുറിഞ്ഞിക്കാന്ന് പറയത്രേ. ആയിക്കോട്ടെ, സാബും കായി എന്നാണ് ഞങ്ങളതിന് പറഞ്ഞിനി. ഞങ്ങൾ പണ്ട് ഈ നടുവണ്ണൂരടുത്ത് കുറച്ചു കാലം ഓതിയിരുന്നു, കീക്കോട്. അവിടെ ഉണ്ട് ഇതിന്റെ സാബും കായിന്റെ മരം. ആ സാബും കായിന്റെ മരം അന്ന് ഓതുന്ന കാലത്ത് അന്നൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമാണല്ലോ. എന്നാൽ തേക്കാൻ വേണ്ടിയിട്ട് വസ്ത്രത്തിൽ തേക്കാനും അല്ലാതെ കുളിക്കുമ്പോൾ കാലും കയ്യൊക്കെ വൃത്തിയാക്കാൻ അത് പൊടിച്ചാൽ പൊടിയാവുകയും ചെയ്യും. ആ പൊടിയാണ് ആയിരിക്കാം ഈ പറയുന്ന ഉഷ്ണാൻ അല്ലെങ്കിൽ ഇഷ്നാൻ. ഇങ്ങനെ തുണിക്കഷ്ണമോ അതല്ലെങ്കിൽ ഈ സോപ്പും പൊടിയായിട്ട് ഉപയോഗിക്കുന്ന നമ്പൂരിപ്പൊടി ആയാലും വേണ്ടിയില്ല, നായരുപൊടി ആയാലും വേണ്ടിയില്ല, പല്ല് തേക്കുന്ന പൊടികളൊക്കെ ആയാലും കുഴപ്പമില്ല, അതുകൊണ്ട് സുന്നത്ത് കിട്ടും. എങ്കിലും ഇത് കൊള്ളിക്കഷ്ണങ്ങളാണ് മറ്റുള്ള ഈ തുണി പൊടി പോലത്തതിനേക്കാളൊക്കെ നല്ലത്. ഏത് കൊള്ളിക്കഷ്ണവും നമ്മളൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് ഇളനീറിന്റെ ചകിരി ചെത്തിയിട്ട് അതേയിരുന്നു ഉണക്കി സൂക്ഷിച്ച് എന്നിട്ട് അത് കൊണ്ടിറക്കലായിരുന്നു. എളുപ്പത്തിന് ആൾക്കാരും പച്ചത്തേങ്ങന്റെ ഒക്കെ ചേരി കൊണ്ട് കാലി വെക്കാനും മിസ്വാക്ക് ഉണ്ടാക്കും, പല്ല് വെക്കാനും മിസ്വാക്ക് ഉണ്ടാക്കും. പ്രത്യേകം അതിന്റെ സ്പെഷ്യലിസ്റ്റുകളാണെങ്കിൽ ഇളനീറിന്റെ ചകിരി കൊണ്ട് പ്രത്യേകം ഉണ്ടാക്കുന്ന മിസ്വാക്ക് ഉണ്ടായിരുന്നു. അതായിരുന്നു ദീർഘകാലം കൊണ്ടു നടന്ന് സൂക്ഷിച്ചിരുന്നത്. അതൊക്കെ പെട്ട് ഇതില് ഇങ്ങനത്തതാണ് അഫ്ളു മിൻ കൊള്ളികളല്ലാത്ത മറ്റ് വസ്തുക്കളെക്കാട്ടിലും അഫ്ള് കൊള്ളികളെ വർഗത്തിൽപ്പെട്ടതാണ്. കൊള്ളി ഏതും ആവാം, പക്ഷേ ഔലാഹു ഈ കൊള്ളികളിൽ നിന്നിട്ട് ഏറ്റവും ഉത്തമം നല്ല വാസനയുള്ള വല്ല കൊള്ളികളുമാണ്. നല്ല വാസനയുള്ള പലതും ഉണ്ടാവുമല്ലോ, എന്നൊന്നുമില്ല. നല്ല വാസന ഉള്ളത് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളവിടെയൊക്കെ ഉണ്ട് വേലിച്ചെടി എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി, നല്ല പൂവൊക്കെ ഉണ്ടാണ്. കീശീരിക്ക് അറിയില്ല, കീശീരി വേലിച്ചെടി പറഞ്ഞിട്ട് ഈ വേലിച്ചെടിയൊക്കെ പുക പോയിന്. ഈ വേലിച്ചെടിന്റെ കൊമ്പിന് നല്ല വാസന, അത് വായിൽ തേച്ചാലും തന്നെ നല്ലൊരു സുഗന്ധം കിട്ടും. അങ്ങനത്തെ ചെടി ഇവിടൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട്. ഈ മദീനത്ത് ശ്വാസമുട്ടിലുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു മരത്തിന്റെ കറയെ ശരിക്കും അസലാണെങ്കിൽ അതിന്റെ കൊമ്പുണ്ട്. ബൽസാം എന്നാണ് ആ മരത്തിന് പറയാ. ആ ബൽസാമിന്റെ കൊമ്പ് വാങ്ങാൻ കിട്ടും. അത് നല്ല വാസനയാണ്, കുറച്ച് നല്ല എരിവും ഉണ്ടാവും, അത് പറ്റും. ഇങ്ങനൊക്കെ ആവും. സുഗന്ധവാസനയുള്ള കൊള്ളിയാവാം. എന്നാൽ വാഫ്ദലു ഈ സുഗന്ധവാസനയുള്ള കൊള്ളികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദലായത് അൽ അറാഖു, അറാഖാണ്. അറാഖിൽ നിന്നത്തെ ഏറ്റവും അഫ്ദൽ ഏതാണ്? ഉണങ്ങിയ അറാഖിന്റെ വെള്ളം നനച്ച കൊള്ളിയാണ് ഏറ്റവും നല്ലത്. നമ്മൾ എളുപ്പത്തിന് എന്താക്കും, നല്ല ആ ഹെയർ വേണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങും ബതുക്കളോട്. അതിന്റെ ഹെയർ ആണെങ്കിൽ പച്ചയാണം, പച്ചയാണെങ്കിൽ അത് വായിലിട്ട് തേച്ചാൽ നല്ലൊരു സ്ട്രോങ് കിട്ടും. അത് തെറ്റല്ല, പക്ഷേ അതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഉണങ്ങിയ അറാഖ്. അത് എന്നിട്ട് വെള്ളത്തിൽ നനക്കുക, അതാണ് ഏറ്റവും അഫ്ദലായത്. 5ാം സ്ഥാനം അറാഖിന് തന്നെ 5 സ്ഥാനം. മനസ്സിലായില്ലേ? തനി ഉണങ്ങിയത്, ഉമിനീര് കൊണ്ട് നനച്ചത്, അതോടുകൂടി പച്ചയായത്, ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ പുറത്ത് 4ാം സ്ഥാനത്ത് ഏറ്റവും അഫ്ദലായതാണ് എന്ത്? ഉണങ്ങിയിട്ട് വെള്ളം കൊണ്ട് നനച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങിയത് തന്നെ ഉമിനീര് കൊണ്ട് നനച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ തീരെ നനക്കാത്ത ഉണങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പച്ച ഹെയർ എന്ന് പറഞ്ഞ നമ്മൾ ചോദിച്ചു വാങ്ങുന്ന പച്ച അറാഖ്. എന്നാലും മറ്റെല്ലാ സുഗന്ധ വസ്തുക്കളുള്ള കൊള്ളികളെക്കാട്ടിലും ഏറ്റവും അഫ്ദലായത് അറാഖാണ്. അപ്പൊ ഏറ്റവും നല്ല എന്താ? ഉണങ്ങിയ ഒരു അറാഖിന്റെ കൊള്ളി കയ്യിൽ വെക്കുക, അതൊന്ന് നനക്കുക, എന്നിട്ട് അതുകൊണ്ട് തേക്കുക. അതാണ് ഏറ്റവും അഫ്ദലായത്.
എന്നാൽ ഇതൊക്കെ പറ്റുമെങ്കിലും അവിടെ ഞാൻ അറ്റഫ് ചെയ്തിട്ട് പറഞ്ഞു വിരല് കൊണ്ട് തേച്ചാ സുന്നത്ത് കിട്ടൂല. അവിടുക്ക വയസ്സുലുബിക്കുല്ലി ഹസിനിൻ എന്നറിഞ്ഞു. ഒരമുള്ള ഏത് വസ്തു കൊണ്ട് തേച്ചാലും മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്ത് കിട്ടും എന്ന് പറഞ്ഞതിൽ ഏതൊഴിച്ചാണ്? വിരല് കൊണ്ടൊഴിച്ച്. അത് വലോ ഹസിനത്തൻ, നല്ല ഒരമുള്ള വിരല, അപ്പോഴും ജോലി ചെയ്തിട്ട് പരിക്കം കയ്യായിന്, ആ കയ്യിന്റെ വിരലുകൊണ്ടാണ് തേച്ചാ മിസ്വാക്കിനാട്ടിൽ വരണ്ടാവും, എന്നാലും ആ സുന്നത്ത് കിട്ടുകയില്ല. മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാ ബരല് ഇസ്ബഅ് എന്ന് പ്രയോഗിക്കാം, ഉസ്ബഅ് എന്നും പ്രയോഗിച്ച് കാണുന്നുണ്ട്. ഏറ്റവും നല്ലത് ഇസ്ബഅ് ആണ് ഉപയോഗിക്കാം. അതിന്റെ ജമ്മ അസാബിയെ, അസാബിയോട് തേക്കാൻ കഴിയൂലല്ലോ. അയിപ്പെട്ട ഒന്ന് പറഞ്ഞു മാത്രം വിരല്. അത് സ്വന്തം വിരലേ പറ്റായുള്ളൂ കേട്ടോ. വേറൊരാളുടെ വിരല് അത് ഒരുണ്ടെങ്കിൽ അതുകൊണ്ട് തേച്ചാ സുന്നത്ത് കിട്ടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ബീവി അടുത്തുണ്ടെങ്കിൽ ബീവിന്റെ വിരലോടൊന്ന് തേപ്പിക്കുക, അല്ലെങ്കിൽ ബീവി തേക്കുമ്പോ ബീവിക്ക് നിങ്ങളൊന്ന് തേച്ചു കൊടുക്കുക, എന്നാ മതി. അതിനെ ആലോചിക്കാം ബീവി എന്ന് പറയുന്നത്. ബീവി ഉറുദുക്കാര് ബീവി എന്നല്ല പറയാ, അല്ലാതെ തങ്ങളെ ബീവി അല്ല. ശരിയല്ലേ? അപ്പൊ അവനവന്റെ ഹി എന്ന് പ്രത്യേകം പറയാൻ കാരണം സ്വന്തം അവനവന്റെ വിരൽ കൊണ്ട് തേച്ചാ സുന്നത്ത് കിട്ടൂല, അത് ഒരള്ള വിരലാണെങ്കിലും കിട്ടൂല എന്നത് ഖിലാഫ് അലി മുഖ്താറഹു നവവിയു. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഖ്താറാക്കിയ ഒരു കൗലുണ്ട്. ആ കൗലിനെതിര് ഷാഫി ഇമാമിന്റെ കൗല് എന്നുള്ള അർത്ഥത്തിനല്ല പറഞ്ഞു കേട്ടോ. നവവി ഇമാമിന്റെ ഒരു മുഖ്താറായ കൗലുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരുരാജിക്കാർക്കൊക്കെ ഇപ്പൊ നല്ലോണം തിരിഞ്ഞിട്ടുണ്ടാവും, സാധാരണക്കാർക്ക് തിരിഞ്ഞോളണമെന്നില്ല. മുഅത്തമദും മുഖ്താറും തമ്മിലുള്ള വ്യത്യാസം മദ്ഹബിന്റെ ഉസൂലുൽ ഫിഖ് ഉണ്ടാവും. ഓരോ മദ്ഹബിനും അവരുടേതായ ഉസൂലുൽ ഫിഖ് ഉണ്ട്. അപ്പൊ ഷാഫി മദ്ഹബിൽ ഒരു മസ്അല മുഅത്തമദാണെന്ന് പറയുകയാണെങ്കിൽ ഷാഫി മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് പ്രബലമായ മസ്അലയാകുമ്പോഴാണ് മുഅത്തമദ് എന്ന് പറയാം. മുഖ്താർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. മുഖ്താർ എന്ന് പറയുന്നത് മദ്ഹബിന്റെ ഉസൂലിൽ നിന്ന് പുറത്തു കടന്ന് ബാഹ്യമായ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ ഇമാമിങ്ങൾ തെരഞ്ഞെടുക്കുന്ന അഭിപ്രായങ്ങൾക്കാണ് മുഖ്താർ എന്ന് പറയുന്നത്. സംഗതി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ ഏറ്റവും വലിയ ഇമാമിങ്ങളിൽപ്പെട്ട ഇമാമാണെങ്കിലും ഈ മുഖ്താറായ കൗല് എന്ന് പറഞ്ഞാൽ അത് ഷാഫി മദ്ഹബിന്റെ ഉസൂലിൽ നിന്ന് പുറത്തു കടന്ന് മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ താൻ പറഞ്ഞ അഭിപ്രായമാണ്. അതുകൊണ്ട് അതിന് മദ്ഹബിന്റെ ഉത്തരവാദിത്വം ഇല്ല, സ്വന്തം അമലിന് വേണമെങ്കിൽ എടുക്കുക, അത്രയേനുള്ളൂ. ഷാഫി മദ്ഹബിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. മുഖ്താറായ കൗൽ ആരുതാണെങ്കിലും, ഏത് ഇമാം മുഖ്താറായ കൗലാണെങ്കിലും ആ മുഖ്താറായ കൗലിന് ആ മദ്ഹബുമായിട്ട് ബന്ധമുണ്ടാവില്ല. ഓക്കെ. നിശ്ചയമായും ഇന്നമ അവിടെ പറഞ്ഞ ഒന്ന് ചൊർക്കിന് പറഞ്ഞെന്നുള്ളൂ, മനസ്സിലായില്ല. അവിടെ ഇന്നമന്റെ സ്ഥാനമൊന്നും അല്ല. ആട്ടെ, ഇന്നമായത്ത് അക്കതുസിവാക്കു, നിശ്ചയം മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത് മുഅക്കദാവുന്നത് ലികുല്ലി വുദൂഇൻ, എല്ലാ ഓരോ വുദൂഇനും മിസ്വാക്ക് ചെയ്യൽ മുഅക്കദായ സുന്നത്താകും. മിസ്വാക്ക് ചെയ്യുകയാണെങ്കിൽ പല്ലേക്കുക എന്നാണല്ലോ ഇപ്പൊ നമ്മൾ മലയാളം പറയണ ഇപ്പൊ അതിന്. അങ്ങനില്ല. വലോ ലിമൻ ലാ അസ്നാന ലഹു, ഒരു മനുഷ്യന് പല്ലില്ല വായിൽ, ഒന്നിരിക്കും അല്ലാഹു തആല പടച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഉള്ള പല്ല് മുഴുവനും പറഞ്ഞു പോയിരിക്കുന്നു, മോണ മാത്രമേ ഉള്ളൂ, അയാൾക്കും സുന്നത്തന്നേന്ന്. അപ്പൊ പല്ല് തേക്കുക എന്നല്ല മിസ്വാക്ക് ഉപയോഗിക്കുക എന്ന അർത്ഥം വെക്കണം എന്നായി, മനസ്സിലായില്ലേ? സിവാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്വാക്ക് ഉപയോഗിക്കുക, വായിനകത്ത് മിസ്വാക്ക് ഉപയോഗിക്കുക. പല്ലുണ്ടെങ്കിൽ പല്ലില്, പല്ലില്ലെങ്കിൽ പിന്നെ മോണയില്, ഏതായാലും അട്ടെ. ലികുല്ലി വുദൂഇൻ, എല്ലാ ഓരോ വുദൂഇനും അത് സുന്നത്താണ്. ഇപ്പൊ കുറച്ചു നേരത്തെ വുദൂ കൊടുത്തപ്പം മിസ്വാക്ക് ചെയ്തെന്ന്, അതിന്റെ ശേഷം വുദൂ മുറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫർദോ സുന്നത്തോ ആയ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടോ രണ്ടാമതൊരു വുദൂ കൊടുക്കുകയാണ്, അതിനും സുന്നത്താ.
അല്ലാതെ രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ മാത്രം ഒരു പല്ലേക്കലല്ല എന്നർത്ഥം. വലിക്കുല്ലി സ്വലാത്തിൻ, അതിന്റെ പുറമെ വുദൂഇന്റെ പുറമെ നമ്മൾ പറയുന്ന വസല വുദൂഇന്റെ ആണെങ്കിലും കൂട്ടത്തിൽ പറയാണ് എല്ലാ നിസ്കാരത്തിനും അതും സുന്നത്തുണ്ട്. അപ്പൊ വുദൂ എടുക്കുമ്പം മിസ്വാക്ക് ചെയ്തു എന്നതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തില്ലാതെ പോകുന്നില്ല, അത് വേറൊരു സുന്നത്താണ്. അതെന്നെ വലിക്കുല്ലി സ്വലാത്തിൻ ഫർദിഹ വനഫലിഹ, ഫർലായതോ സുന്നത്തായതോ ആയ എല്ലാ ഓരോ നിസ്കാരത്തിനും. അപ്പൊ വുദൂ എടുക്കുമ്പം ഒന്ന് മിസ്വാക്ക് ചെയ്തു, എന്നിട്ട് ദൂറിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് മിസ്വാക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ദൂറ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോ പിന്നെ ഒരു മിസ്വാക്ക് ചെയ്തു. അല്ല ദുഹൂറിന്റെ സുന്നത്ത് ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിച്ചപ്പോ ഒന്ന് മിസ്വാക്ക് ചെയ്തു, സലാം വീട്ടി പിന്നെ 2 റക്അത്ത് സുന്നത്തും കൂടി നിസ്കരിക്കുകയാണെങ്കിൽ അതിന് വേറെ മിസ്വാക്ക് ചെയ്യുക, എന്നിട്ട് പിന്നെ ദുഹൂർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വേറെ മിസ്വാക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം സുന്നത്താണ്. എല്ലാ ഈ രണ്ട് റക്അത്തിലും സലാം വീട്ടുന്നുണ്ട് എങ്കിലും ആദ്യത്തെ 2 റക്അത്തിന് പല്ല് വെച്ചാൽ സലാം വീട്ടിയതിനു ശേഷം പിന്നെ രണ്ടാമത് എഴുന്നേൽക്കുമ്പോൾ അപ്പൊ പിന്നെയും സുന്നത്തുണ്ട്. അപ്പൊ തറാവീഹിലൊക്കെ 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 10 സലാം വീട്ടുമല്ലോ, ആ 10 സലാം വീട്ടി കഴിഞ്ഞാലും അടുത്ത റക്അത്ത് കിട്ടാൻ പോകുമ്പം മിസ്വാക്ക് ചെയ്യൽ സുന്നത്താവുന്നു. അതല്ലെങ്കിൽ അവിസ്താക്കരി വുദൂഇഹ, ആ നിസ്കാരത്തിന്റെ വുദൂഇന് വേണ്ടിയിട്ട് അവൻ മിസ്വാക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും നിസ്കാരത്തിന് വേണ്ടി വേറെ വേണം. വുദൂഇന് വേറെ, നിസ്കാരത്തിന് വേറെ, ഫർദിന് വേറെ, സുന്നത്തിന് വേറെ, ഒരു സുന്നത്തിന് വേറെ, അടുത്ത സുന്നത്തിന് വേറെ. അതൊരു പ്രധാനപ്പെട്ട പണി തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസിലുണ്ട്, മാസാല ജിബ്രീലു അലൈഹിസ്സലാം യൂസീനി ബിസ്സിവാക്ക് ഹത്താ ഖശീതു, എന്നിട്ട് ഞാൻ പല്ല് തേഞ്ഞു പോകുമെന്ന് ഭയപ്പെടുമാർ നിരന്തരം ഈ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരുന്നു. നമ്മളൊക്കെ എന്നും പല്ലുവേദനയും വയറുവേദനയും ദഹനക്കേടും ഇങ്ങനെ 101 രോഗാണ്. നമ്മളാകെ രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു പല്ല് വെച്ചാൽ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പലരും പല്ല് വെക്കണ്. അതാണ് പ്രശ്നം. ഈ ഇതൊക്കെ ഇങ്ങനെ മിസ്വാക്ക് ചെയ്യും തോറും അതിന്റെ ഫവായില് പറഞ്ഞതൊക്കെ എണ്ണുകയാണെങ്കിൽ ഒരാഴ്ച ദർസ് ചേർത്ത് അത് മാത്രമുണ്ട്. ഏത് മിസ്വാക്കിന്റെ ഗുണങ്ങൾ, അതിനാൽ ലഭിക്കുന്ന ഗുണങ്ങൾ പറഞ്ഞ കേട്ടോ. അതെ, മിസ്വാക്കിന്റെ ഫവായില് പറയുന്ന ഹദീസുകളാണ് കേട്ടോ. കല്ലാച്ചി ഉസ്താദ് അവിടെ അടിച്ചിട്ടുണ്ട് ഹദീസ്, അതിൽപ്പെട്ട ഒരു ഹദീസ്. അതല്ല പ്രശ്നം. മാസാല ജിബ്രീൽ അലൈഹിസ്സലാം യൂസി ബിസ്വാക്ക് എന്ന് അവൾ വേറെന്നുണ്ട്. ബിസ്വാക്ക് കൊണ്ട് വസിയത്ത് ചെയ്തത് ഞാൻ എന്റെ പല്ല് തേഞ്ഞു പോവോ എന്ന് പേടിക്കുമാർ, അത്രയും അങ്ങനെ സുന്നത്തന്നെ. വൈലം യഫ്സുൽ ബൈനഹുമാ, ഈ വുദൂഇന്റെ നിസ്കാരത്തിന്റെ ഇടയിൽ ഫാസില, ഈ ഇടവേള ഉണ്ടായിട്ടില്ലെങ്കിലും വുദൂഇന് വേണ്ടി മിസ്വാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിന് വേറെ തന്നെ സുന്നത്തുണ്ട്. പക്ഷേ നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് മിസ്വാക്ക് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഹൈസുലം യഹ്ഷ തനജ്ജുസ ഫമിഹി, വാ നജസാകുമെന്ന് ഭയപ്പെടാതിരിക്കുമ്പോഴേ ആ സുന്നത്തുള്ളൂ. പല്ലേക്കുന്ന സമയത്ത് വായനസാണോട് പേടിക്കണ്ട, ഉതുകൊടുക്കുന്ന സമയത്ത്. കാരണം ഇനി വായിൽ വെള്ളം കൊപ്പിളിക്കലും ഒക്കെ അവിടെ ബാക്കിയുണ്ടല്ലോ, അപ്പൊ അവിടെ ശുദ്ധിയായിക്കോളും. അതേ സമയത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചില ആളുകൾക്കുണ്ട് മിസ്വാക്ക് തട്ടിയാൽ ഈ മോണ പൊട്ടി ചോര വരുന്ന ഒരു പ്രശ്നം. അങ്ങനത്തെ ആളുകളാണെങ്കിൽ പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പം മിസ്വാക്ക് ചെയ്യണ്ട. കാരണം എന്താ, നജസോട് കൂടി നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ആ പ്രശ്നം വരുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ നജസ് സഹിക്കാൻ വേണ്ടിയിട്ടുള്ള വെറുറത്തില്ല. നേരത്തെ വുദൂഇന്റെ സമയത്ത് ചെയ്തു. അങ്ങനെ വായ് നജസാവുമെന്ന് ഭയപ്പെടുന്നില്ലെങ്കിൽ വുദൂഇന്റെയും നിസ്കാരത്തിന്റെയും ഇടയ്ക്ക് യാതൊരു ഇടവേള വരുന്നില്ലെങ്കിൽ പോലും വുദൂഇന് വേണ്ടി മിസ്വാക്ക് ചെയ്താലും നിസ്കാരത്തിന് വേണ്ടി വേറെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. വദാലിക, ഇങ്ങനെ നിരന്തരം ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ടെന്ന് പറയാൻ കാരണം ലിഖബരിൽ ഹുമൈദി, ഇമാം ഹുമൈദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ബി ഇസ്നാദിൻ ജയ്യിദിൻ, ഹസന് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് ജയ്യിദ് എന്ന്. സഹീഹിന്റെ തൊട്ട് താഴെയുള്ളതും എന്നാൽ വഈഫിന്റെ മേലെയുള്ളതും
തെളിവായി ഉദ്ധരിക്കാൻ പറ്റുന്നതുമായ ഇതാണ് ഹസന് എന്ന്. അതിനുപയോഗിക്കുന്ന മറ്റൊരു പേരാണ് ജയ്യിദ്. അപ്പൊ ഇസ്നാദിൻ ജയ്യിദിൻ എന്ന് പറഞ്ഞാൽ ഹസനായ റിവായത്താണ്. അപ്പൊ ദലീലിന് പറ്റുന്ന എന്താണ്? റക്അത്താനി ബിസിവാക്കിൻ അഫ്ളു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്കിൻ. റക്അത്താനി ബിസിവാക്കിൻ, മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിർവഹിക്കുന്ന 2 റക്അത്ത് നിസ്കാരമാവുന്നത് അഫ്ളു, അതേറെ ശ്രേഷ്ഠതയുള്ളതാണ്, മിൻ 70 റക്അത്തൻ, 70 റക്അത്തിനേക്കാളും. എങ്ങനത്തെ 70 റക്അത്ത്? ബിലാ സിവാക്കിൻ, മിസ്വാക്ക് ചെയ്യാതെ നിലക്ക് നിസ്കരിക്കുന്ന 70 റക്അത്തിനേക്കാളും അഫ്ളലാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് എന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം ഹുമൈദി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്, ഓരോ നിസ്കാരത്തിനും, അത് ഫർദും സുന്നത്തുമായ ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? വലു തറക്കഹു, ഇനി ഈ മിസ്വാക്കിനെ ഒരാള് ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ മറന്നുപേക്ഷിക്കുന്നതിനും തർക്കാന്ന് പറയാ, മനപ്പൂർവ്വം ഉപേക്ഷിക്കുന്നതിനും തർക്കാന്ന് പറയാ. രണ്ടും ബാധകം തന്നെ. അപ്പൊ മറന്നുകൊണ്ടോ അല്ലാതെയോ മിസ്വാക്ക് ചെയ്യലിനെ ഒരാൾ ഉപേക്ഷിച്ചു, അവ്വലഹ, നിസ്കാരത്തിന്റെ തുടക്കത്തിൽ, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പാണ് ഇപ്പൊ ഇത് എന്താ ചെയ്യേണ്ടത്? ഈ മിസ്വാക്ക് ചെയ്യേണ്ടത്. അത് മറന്നുപോയി, അല്ലെങ്കിൽ മറ്റെന്തോ കാരണം നാളാൽ ഉപേക്ഷിച്ചു. എന്നാൽ തദാറക്കഹു, ആ മിസ്വാക്ക് ചെയ്യലിനെ അവൻ പരിഹരിക്കണം, വീണ്ടെടുക്കണം. അസ്നാഅഹ, നിസ്കാരത്തിനിടയിൽ, തക്ബീർ കിട്ടിയതിനു ശേഷം തേക്ക. പക്ഷെ എങ്ങനെയായിരിക്കണം? ബിഫീലിൻ ഖലീലിൻ, തുടർച്ചയായ 3 അനക്കം വരാതെ. അതാണ് കുറഞ്ഞത് എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മൾ വെള്ളത്തിന്റെ അവിടെ കുറഞ്ഞ വെള്ളം തന്നെ 2 കൊല്ലത്തിൽ താഴേന. നിസ്കാരത്തിന്റെ അവിടെ കുറഞ്ഞ പ്രവൃത്തി അറിഞ്ഞാല് തുടർച്ചയായ 3 പ്രവൃത്തി ഇല്ലാതേന. തുടർച്ചയായ 3 പ്രവൃത്തിയായ അധികരിച്ചതായി. അപ്പൊ നിസ്കാരം ബാത്തിലാവും. മനസ്സിലായില്ലേ? അപ്പൊ കുറഞ്ഞ പ്രവൃത്തി കൊണ്ട് എന്ന് തുടർച്ചയായി 3 പ്രവൃത്തി ഇല്ലാത്ത നിലക്ക് നിസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണെങ്കിലും ആ സുന്നത്തിനെ വീണ്ടെടുക്കൽ സുന്നത്താക്കപ്പെടും. ഏതുപോലെ? കത്തഅമ്മുമി, തലപ്പാവ് ധരിക്കലാവുന്ന സുന്നത്ത് മറന്നുകൊണ്ടോ മറ്റ് കാരണങ്ങളെ കൊണ്ടോ ഉപേക്ഷിച്ചാൽ കുറഞ്ഞ പ്രവൃത്തി കൊണ്ട് വീണ്ടെടുക്കൽ സുന്നത്താവുന്നത് പോലെ. അത് വേറൊരു സുന്നത്താ പറഞ്ഞേ, താഴ്മുകാരന്. അമാമത്ത് കെട്ടുക, തലപ്പാവ് കെട്ടുക. ഈ തലപ്പാവ് കെട്ടൽ സുന്നത്താണ്. ആ സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പിന് വേണം. പക്ഷെ അത് മറന്നുപോയി, നിസ്കാരത്തിൽ പ്രവേശിച്ചു പോയി. അല്ലെങ്കിൽ തലപ്പാവ് ധരിച്ച് നിസ്കരിക്കുന്നതിന്റെ ഇടയ്ക്ക് തലപ്പാവ് അഴിഞ്ഞുപോയി. എന്നാൽ തുടർച്ചയായ 3 പ്രവൃത്തി വരാതെ തലപ്പാവ് ധരിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ പിന്നെ ഒരു ഇഷ്കാല്, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ അധികരിക്കാതിരുന്നാലും അത് കറാഹത്താണല്ലോ. അപ്പൊ തലപ്പാവ് ധരിക്കുമ്പം നിസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമാകുമ്പോൾ 3 പ്രവൃത്തി വരുന്നില്ലെങ്കിൽ പോലും ഒന്നിലധികം പ്രവൃത്തി വരുന്നുണ്ടല്ലോ. അപ്പൊ അത് കറാഹത്ത് വരൂലേ എന്ന് ചോദിച്ച് ഇല്ല, അതാണ്, അത് സുന്നത്താണ്. അധികരിച്ച പ്രവൃത്തി വരാത്ത നിലക്ക് തലപ്പാവ് ധരിക്കുക, അല്ലെങ്കിൽ അഴിഞ്ഞുപോയ തലപ്പാവിനെ കുത്തുക എന്നത് സുന്നത്തായതുപോലെ അധികരിച്ച പ്രവൃത്തി വരാതെ തുടക്കത്തിൽ ചെയ്യേണ്ട മിസ്വാക്ക് വിട്ടുപോയാൽ നിസ്കാരത്തിന്റെ ഇടയിൽ അത് പരിഹരിക്കൽ സുന്നത്താവുന്നു. ഇനി സുന്നത്ത് പറഞ്ഞപ്പോ മിസ്വാക്ക് പറഞ്ഞ ബിസ്മിന്റെ ഇത് പറഞ്ഞ പോലെ ബിസ്മി ഉദുവിന്റെ ബിസ്മി പറഞ്ഞപ്പോ കൂട്ടത്തിൽ ബിസ്മി സുന്നത്തുള്ള കുറെ കാര്യങ്ങളാവും പറഞ്ഞല്ലോ. എന്നതുപോലെ ഇനി പറയാ മിസ്വാക്ക് സുന്നത്ത് വയത്താക്കതു ഐലൻ, ഈ പറഞ്ഞതിന്റെ പുറമെ ഉദുവിന് മോക്കതായ സുന്നത്താണ്, നിസ്കാരത്തിനും ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം സുന്നത്തായതുപോലെ മോക്കതായ സുന്നത്താണ്. ലിതിലാവത്തി ഖുർആനിൻ, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഉദു എടുക്കുമ്പോ പല്ല് വെച്ചാണ്, ഉദു എടുത്ത് കഴിഞ്ഞാണ് സുന്നത്ത് സ്കരിച്ചു, അതിലും പല്ല് വെച്ചാണ്. ഇനി ഖുർആൻ ഓതായിരിക്കുക, അതിന് വേറെ പല്ല് തേക്കല് സുന്നത്തിന്റെ മിസ്വാക്ക് ഉപയോഗിക്കൽ സുന്നത്താണ്. ഔ ഹദീസിൻ, ഇനി വേണ്ട ഹദീസ് ഓതുക, റിയാദുസ് സ്വാലിഹീനോ മിഷ്കാത്തോ ഏതോട്ടെ ഹദീസിന്റെ കിതാബ്, ആ ഹദീസ് ഓതാനും വുദു ചെയ്യൽ സുന്നത്തുള്ളത് പോലെ തന്നെ മിസ്വാക്കും സുന്നത്തുണ്ട്. എന്ന് മാത്രല്ല ഔ ഇൽമിൻ ശർഇയ്യിൻ, ശർഇന്റെ ഇൽമ് അതിനും സുന്നത്തുണ്ട്. ഇപ്പൊ നമ്മൾ ഫിഖ് ഓതുകയാണ്, ശർഇന്റെ ഇൽമുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൽമാണല്ലോ ഫിഖിന്റെ ഇൽമ്. അതിനു വേണ്ടിയിട്ട് മിസ്വാക്ക്
സുന്നത്തുണ്ട്, വുളു എടുക്കലും സുന്നത്തുണ്ട്. ഔ തഗയ്യുരി ഫമിൻ, ഇനി അതല്ല, വാ പകർച്ചയാകുന്നതിനും ആലും മുഅക്കദായ സുന്നത്താണ്. വാ പകർച്ചയാകുന്നത് എങ്ങനെ? പകർച്ച എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റം വരിക എന്നാണല്ലോ പകർച്ചന്റെ അർത്ഥം. മാറ്റം വരിക എന്നാണല്ലോ. എന്താ കേൾക്കുന്നവർക്കൊക്കെ ഉണ്ട്. അതിൽ പങ്കെടുക്കുക, ക്ലാസ്സിൽ പങ്കെടുക്കാനായിരുന്നു ഓതുകയും ഓദിക്കുകയും പഠിക്കുകയും ഇസ്തിമായി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് സുന്നത്ത് തന്നെയാണ്. അതിനൊക്കെ കൂലിട്ട് വെറുതെ അല്ല തന്നെ. രീഹൻ വായ പകർച്ചയാണ് എങ്ങനെ? വാസനയാലോ ഔലൗനൻ, അല്ലെങ്കിൽ നിർത്താലോ. വായിന്റെ വാസന പകർച്ചയായി, എന്നാൽ ഒരു സുന്നത്തുണ്ട്, മുഅക്കദായ സുന്നത്ത്. അല്ലെങ്കിൽ നിറം, പല്ലിന്റെ നിറം പകർച്ച വരുന്നു, അപ്പോഴും സുന്നത്താണ്. എന്തുകൊണ്ട് പകർച്ച വന്നു? ബിനഹ്വിനോമിൻ, ഉറക്കം പോലത്തത് കൊണ്ട്. പോലത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ കുറേ സമയം വായു അടച്ച് മുണ്ടാളങ്ങനെ ഇരുന്നു, പിന്നൊന്ന് വായു തുറന്നു നോക്കേണ്ടി, അപ്പൊ ഒരു ചീത്തവാസന ഉണ്ടാവും. അതാണ് പോലത്തുകാരന്. ഉറങ്ങണായിപ്പെട്ടതാണ്. ഉറങ്ങുമ്പോ കുറെ സമയം വായ അടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കല്ലേ, രണ്ടാമത് ഉണർന്നു വരുമ്പോ വായിക്കൊരു വാസന മാറ്റം ഉണ്ടാവും. എന്നതുപോലെ ഉറങ്ങിക്കൊള്ളണമെന്നില്ല, ഒരാൾ ഇങ്ങനെ എന്തോ ഫിക്കറിൽ വായു അടച്ചിട്ട് കുറെ സമയം ഇരുന്നു, പിന്നെ വായു എടുത്ത് തുറന്നു നോക്കുമ്പോ ചെറിയൊരു ചീത്തവാസന. അങ്ങനെ ചീത്തവാസന തോന്നുമ്പോഴും അല്ലെങ്കിൽ നിർമാറ്റം തോന്നുമ്പോഴും മുഅക്കദായ സുന്നത്ത് തന്നെ. ഔ അക്കിലി കരീഹിൻ, അല്ലെങ്കിൽ ചീത്തവാസനയുള്ള വല്ല വസ്തുവും ഭക്ഷിച്ചുകൊണ്ട് വാസന പകർച്ചായി. ഉള്ളി നല്ല മുതലല്ലേ, വെളുത്തുള്ളി ആവുമ്പോ പ്രത്യേകിച്ചും ഗ്യാസിന് നല്ലതാണ്, നല്ല ദഹനം കിട്ടും എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഒരു ചങ്ങാതി എന്താക്കി, ഉള്ളി ഭക്ഷിച്ചു. അത് അച്ചാറാക്കിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, അല്ലെങ്കിലും വേണ്ടിയില്ല, അപ്പോൾ വാസന, ചീത്ത വാസന ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും വാസനയുള്ള സാധനം തിന്നു. ഞാൻ അത് വേണ്ട, ഒരാള് പുക വലിച്ചു കൂട്ടിക്കോളി. പുക വലിച്ചോന്റെ വായിന്റെ വാസന തിരിയണമെങ്കിൽ പുക വലിക്കാത്തൊരു ഹബീബ്, പുക വലിക്കുന്ന ഒരു മനുഷ്യജീവിയുടെ സമീപത്ത് നിന്ന് നിസ്കരിക്കാനുള്ള ഭാഗ്യദോഷം കിട്ടിയോക്കണം. അപ്പോഴാണ് അതിന്റെ എടങ്ങേറ്. ബീഡിയായാലും വേണ്ടിയില്ല, സിഗരറ്റ് ആയാലും വേണ്ടിയില്ല, ചുരുട്ടായാലും വേണ്ടിയില്ല, അതിലൊന്നും കുഴപ്പമില്ല എന്നറിയണ നമ്മളെ മറ്റേ മൂപ്പരുണ്ടല്ലോ, നാലും കൂട്ടിയിട്ട് മുറുക്കണ ചില ആളുകള് വലിച്ചു മുറുക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? സിഗരറ്റ് വലിക്കും ചെയ്യും, നാലും കൂട്ടി മുറുക്കും ചെയ്യും. അപ്പൊ അതിനെ പറയാം വലിച്ചു മുറുക്കുക എന്ന്. വലിച്ചു മുറുക്കുകയാണെങ്കിലും വേണ്ടിയില്ല, വെറും നാലും കൂട്ടിയിട്ട് മുറുക്കുക. തൃക്കരിപ്പൂർക്കാർ ഭാഷയെ പറഞ്ഞാൽ തുമ്മാൻ തുന്നാന്ന്, തുമ്മാൻ തുന്നുക, എന്നാലും വേണ്ടിയില്ല, ഏതായാലും വേണ്ടിയില്ല. അപ്പോ പുകവലിച്ച്, അതല്ലെങ്കിൽ വെറ്റില മുറുക്കി, ഇങ്ങനെയൊക്കെ വായുടെ വാസന പകർച്ച വന്നാലും ഇതുപോലെ തന്നെ പ്രത്യേകം പല്ല് തേക്കൽ മുഅക്കദായ സുന്നത്താണ്. വായു പകർച്ചയാകുക, ഔസിന്നിൻ, അല്ലെങ്കിൽ പല്ല് പകർച്ചയാകുക. അപ്പൊ ആദ്യം പറഞ്ഞ അങ്ങനെ വായിന്റെ വാസനയോ നിറമോ മാറുക, അല്ലെങ്കിൽ സിന്നിൻ പല്ലിന്റെ വാസനയോ നിറമോ മാറുക. ബിനാവി സുഫ്രത്തിൻ, പല്ലിന്റെ നിറം മാറുക, മഞ്ഞ നിറം പോലത്തെ ആകുക. ഇനി അതൊന്നും അല്ലെങ്കിൽ ഉറക്കിൽ നിന്നിട്ട് ഉണരുക. അപ്പൊ വേറൊരു പകർച്ചയില്ലെങ്കിലും അവിടെ എന്ത് വേണം? ഉറക്കുന്നുണർന്നാൽ ഒരു പല്ല് തേക്കൽ വേണം. ഇറാദത്തിഹി, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. അത് രാത്രി ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും പെട്ട്, പകല് കിടന്നുറങ്ങുന്നവര് ഉണ്ടെങ്കിൽ അവരുടെ ഉറക്കുന്ന സമയത്തും പെട്ട്. ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോഴും പല്ലിയേക്കൽ സുന്നത്തുണ്ട്, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും പല്ലിയേക്കൽ സുന്നത്തുണ്ട്. ഇങ്ങനെ ഈ സുന്നത്തൊക്കെ പാടെടുത്ത അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സുന്നത്ത് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും അങ്ങനെ തന്നെ. മൻസിലിൻ, ഇനി പള്ളി നാക്കണ്ട, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെ. ആ വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെ. മാത്രമല്ല അതിന്റെ ഒക്കെ പുറമെ ഓഫീസ് സഹരി, അത്തായ സമയത്ത് ഉറങ്ങിയാലും ഇല്ലെങ്കിലും, അത്തായ സമയത്തൊന്ന് ഉറക്കുന്നുണരുമ്പം രണ്ട് സുന്നത്തായി. ഉറക്കുന്നുണരുമ്പം ചെയ്യുന്ന സുന്നത്തും കിട്ടി, അത്തായ സമയത്തുള്ള സുന്നത്തും കിട്ടി. ഇനി ഒരാൾ നെറ്റ് ഡ്യൂട്ടിക്കാരനാണ്, അയാൾ ഉറങ്ങണില്ല രാത്രി, എന്നാലും ഈ അത്തായ സമയത്ത് പല്ലി വെക്കുക എന്ന് പറയുന്നത് പ്രത്യേക ഒരു സുന്നത്ത് തന്നെ. ഞാൻ അതിന്റെ ഒക്കെ പുറമെ വന്തൽ മരണമാസന്നമാകുന്ന സമയത്തും, മരണം
ാവുന്ന സമയത്തും പ്രത്യേകം മോക്കതായ സുന്നത്താണ്. ഖമാദല്ലാലി ഖബറു സഹീഹൈൻ, ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ മടിയിലേക്ക് ശ്വാസം ഇങ്ങനെ തിങ്ങി തിങ്ങി വരുന്ന തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചാരിക്കിടക്കുമ്പം ആങ്ങളെയാവുന്ന അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു കയറി വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗവിവരം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഒരു പുതിയ അറാഖിന്റെ മിസ്വാക്ക് കയ്യിലുണ്ട്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പൊ സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട അത്രയും ക്ഷീണിതനാ. എന്നാലും അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെ മിസ്വാക്ക് കണ്ടപ്പോ ആ മിസ്വാക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കുന്ന കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മാത്രം നബി തങ്ങളുമായി അടുത്ത് പരിചയമുള്ള ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഹബീബായ നബിയെ, തങ്ങൾക്ക് മിസ്വാക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ അബ്ദുറഹ്മാനോട് ആ മിസ്വാക്ക് വാങ്ങിത്തരണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന അർത്ഥത്തിന് തലയാട്ടി. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കയ്യിൽ നിന്നിട്ട് ആ മിസ്വാക്ക് വാങ്ങി നോക്കുമ്പോൾ അതൊരു പുതിയ മിസ്വാക്കാവുമ്പോൾ നല്ല ഒരാണ്. അപ്പം ചോദിച്ചു, ഹബീബേ, ഞാനതൊന്ന് ചവച്ച് മയമാക്കി തരട്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന അർത്ഥത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയാട്ടിയപ്പോ അത് വാങ്ങി വായിലിട്ട് നല്ലോണം ചവച്ച് മയമാക്കിയതിനു ശേഷം അവിടത്തെ ഷറഫാക്കപ്പെട്ട വായിൽ പല്ല് തേച്ചു കൊടുത്തു. അപ്പം മരണമാസന്നമാവുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താവുന്നു എന്നതിന് ഈ ഹദീസ് സഹീഹിന്റെ ഹദീസ് അറിയിക്കുന്നുണ്ട്. ഇത് സുന്നത്താണെന്നുള്ളതിന് തെളിവാ. എന്നാൽ അതിന്റെ ഒരു ഫായിദ വയുഖാലു പറയപ്പെട്ടിരിക്കുന്നു. ചില ഇമാമിയങ്ങൾ അതിന്റെ ഫായിദ വിവരിച്ച കൂട്ടത്തിൽ പറയപ്പെട്ടതാണ് എന്ത്? ഇന്നഹു, ഈ മിസ്വാക്ക്, ആസന്ന മരണനായ മനുഷ്യൻ മിസ്വാക്ക് ഉപയോഗിക്കുമ്പോൾ യുസഹിറു ഖുറൂജ റൂഹി, റൂഹ് പുറപ്പെടൽ എളുപ്പമാക്കി തീർക്കും. റൂഹ് പുറപ്പെടുക എന്ന് പറയുന്നത് വലിയ ഞെരുക്കവും പ്രയാസവുമുള്ള സംഗതിയാ. നമുക്കൊക്കെ അനുഭവിക്കാനുള്ളതാണ് ഹബീബന്മാരെ. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തന്ന് മരണം എളുപ്പമാക്കി തരുമാറാകട്ടെ. അപ്പോ റൂഹ് പുറപ്പെടൽ എളുപ്പമാവുകയും ചെയ്യും. അങ്ങനെ ഒരു ഫായിദയിനുണ്ട്. പക്ഷേ ഈ ഫായിദക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഹയാത്താക്കുക എന്ന നിലക്കാണ്. അപ്പോഴാ അതിന് കൂലി കിട്ടുക. കൂലി കിട്ടുമ്പോൾ ആ നിയ്യത്തോടു കൂടി ചെയ്ത സുന്നത്തിന്റെ കൂലി കിട്ടും. കൂട്ടത്തിൽ റൂഹ് പുറപ്പെടുന്നത് പ്രയാസരഹിതമാക്കുകയും ചെയ്യും എന്ന്. എനിവാഹതഭാഗവും ചില ഇമാമിയങ്ങൾ തെളിവ് പിടിച്ചു മിൻ ദാലിക, ഈ പറഞ്ഞതിന്. ഏത്? റൂഹ് പുറപ്പെടൽ എളുപ്പമായി കിട്ടും എന്നതുകൊണ്ട് മരണവാസനായ ആൾക്ക് മിസ്വാക്ക് ചെയ്യൽ മോക്കതായ സുന്നത്താണ് എന്ന് പറഞ്ഞല്ലോ. അതിന്ന് പിടിച്ചു തഅക്കുദഹുലിൽ മരീളി, രോഗികൾക്ക് മോക്കതായ സുന്നത്താണ്. കാരണം രോഗി എല്ലാതെ തന്നെ എപ്പോഴും മരിക്കാം. രോഗിയാവുമ്പോ ഏത് സമയത്തും പെട്ടെന്ന് മരണം വന്നു ചേരാമല്ലോ. അതുകൊണ്ട് രോഗികൾക്ക് പ്രത്യേകം മോക്കറായ സുന്നപ്പെടേണ്ട സാഹചര്യം അപ്രതീക്ഷിതമായി വന്നുപോയാൽ അത് നിഷ്പ്രയാസം പ്രയാസരഹിതമായി തീരും എന്ന് ഈ പറഞ്ഞ ഹദീസിന്റെ ഫായിദയിൽ നിന്ന് മഹാന്മാരായ ചില ഇമാമിയങ്ങൾ തെളിവ് പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഓരോ സമയത്തും മിസ്വാക്ക് ചെയ്യുന്നതിന് സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ വയമ്പകെ അൻവിയ ബിസ്വാക്കി കരുതേണ്ടത് അത്യാവശ്യമാണ്. ആ സുന്നത്തിനെ കരുതണം എന്ന് പറഞ്ഞാൽ വായി നന്നാക്കാൻ വേണ്ടിയിട്ടോ ചീത്തവാസന വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വലിയ ചുർക്കൂടാൻ വേണ്ടിയിട്ടോ പല്ലേക്കുന്നു എന്ന നിലക്കായാ പോരാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് എന്ന നിയ്യത്തായിരിക്കണം. എന്തിനാണ് അങ്ങനെ നിയ്യത്ത് ചെയ്യുന്നത്? ഈ മിസ്വാക്കിന്റെ മേൽ പ്രതിഫലം ലഭിക്കപ്പെടാൻ വേണ്ടിയിട്ട് കൂലി കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണം. കാരണം ഇന്നമല്ലാമാലും ഈ നിയ്യാത്ത് എന്നാണല്ലോ. നിയ്യത്തുകളെ കൊണ്ടാണ് അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്. അപ്പൊ അമലായിട്ട് അതൊരു സുന്നത്തായ അമലായി കബൂലാകണമെങ്കിൽ ആ സുന്നത്തിന്റെ കരുത്ത്, അതിലിപ്പോ ഞാൻ നാവുകൊണ്ട് ഞാനിത് സുന്നത്താക്കപ്പെട്ട പല്ല് തേക്കൽ തേക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസം ഉണ്ടാക്കൊന്നും വേണ്ട. മനസ്സിൽ ആ കരുത്തോട് കൂടിയായിരിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി
വയംബഗി അൻ യൻവിയ, നിയ്യത്ത് ചെയ്യണം മിസ്വാക്കോട് സുന്നത്തിനെ എന്നതുപോലെ തന്നെ വയബ്ലഅ റീഖഹു, ഉമിനീരിനെ ഇറക്കലും ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതും വളരെ നല്ല ഒരു സുന്നത്താണ്. എപ്പം അവലസ്തിയാക്കി മിസ്വാക്ക് ചെയ്യുന്നതിന്റെ തുടക്കത്തിൽ, എന്നാൽ ഫസ്റ്റില് വായിൽ ഒരു പ്രാവശ്യം പല്ല് തേക്കുമ്പോൾ അതിനെ തുടർന്ന് ഉമിനീര് വരും ആയത്, ആ ഉമിനീര് ഉള്ളിലേക്ക് ഇറക്കൽ വളരെ മോക്കതായ സുന്നത്താണ്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു വല്ലാത്ത പൊറുതിയാണ്. പല്ല് തേച്ചിട്ട് ആ അഴുക്കും ഇതൊക്കെ അവിടെ കൂട്ടിയിട്ടാണ്ട് ഇറക്കണം എന്നായി സുന്നികൾ പറയണത്. അതിന് സുന്നികൾ ആദ്യം ഓതിയോർത്തൊന്ന് കേട്ടവർക്ക് ഒരു കുഴപ്പമില്ല. ഈ നിലക്ക് ഇങ്ങനെ ഉറങ്ങാൻ പോകുമ്പോഴും ഉറക്കത്തിലുണരുമ്പോഴും ഉദു എടുക്കുമ്പോഴും നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുമ്പോഴും ഈ പറഞ്ഞ എല്ലാ സമയത്തും പല്ലിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നവന്റെ വായില് കീപോട്ട് ഇറങ്ങാൻ ഒരു ഒലക്കി ഉണ്ടാവില്ല. അവിടെ പിന്നെ അറപ്പുമില്ല. അതേ സമയത്ത് അറപ്പുണ്ടാണ് എങ്ങനെ അറിയോ? നേരത്തോട് നേരം കൂടുമ്പോ ഞങ്ങളുടെ നാട്ടിൽ കാരണന്മാരങ്ങനെ പറയാം, നേരത്തോട് നേരം കൂടാൻ 24 മണിക്കൂറിൽ ഒരിക്കൽ ആകെ നമുക്ക് പല്ല് തന്നെയൊക്കെയുള്ളൂ. ഓൻ പിന്നെ ആ പല്ല് തേച്ചതാണ് കീഴ്പെട്ടിറക്കിയ ക്യാൻസർ ഉണ്ടായിട്ടില്ലെങ്കിൽ അത്ഭുതം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അത് ഓന്റെ കുറവാണ്, നമ്മുടെ കുറവല്ല. ഈ പറയുന്നത് സുന്നത്താന്ന് പറയുന്നത് ആദ്യം ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ്. ഭക്ഷണം കഴിച്ചിട്ട് പോയ പകർച്ചയാവുമ്പം, ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് പോയ പകർച്ചയാവുമ്പം, സംസാരിച്ചിട്ട് പോയ പകർച്ചയാവുമ്പം, മിണ്ടാതിരുന്നിട്ട് പോയ പകർച്ചയാവുമ്പം, ഉറങ്ങിയിട്ട് പോയ പകർച്ചയാവുമ്പം, ഉണർന്നു വരുമ്പം, ഉറങ്ങാൻ പോകുമ്പം, വീട്ടിൽ കയറുമ്പം, പള്ളിയിൽ കയറുമ്പം, നിസ്കരിക്കാൻ നിൽക്കുമ്പം, ഈ സമയത്തൊക്കെ പല്ല് തേച്ച് 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 അവന്റെ വായിൽ എന്ത് അഴുക്കാണ്ടാകുക? നല്ല 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 പട്ടില്ല മുത്ത് പോലക്കും. ആ പല്ല് ഫസ്റ്റിൽ തേക്കുമ്പം ആ തേച്ച ഉമിനീര് കീപ്പോട്ടിറക്കിയാൽ മരണമല്ലാത്ത എല്ലാ രോഗത്തിനും അത് ശിഫയാണ് എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് സുന്നത്താ. ഇത് ഞാൻ കേട്ടിട്ട് പറഞ്ഞേക്ക് ആകെ 24 മണിക്കൂറിൽ 1 or 2 പ്രാവശ്യം ആകെ പല്ല് വെക്കുള്ളൂ. ആ തേച്ച പല്ല് വെച്ച ഉമിനീര് കീപ്പോട്ടിറക്കിയിട്ട് വല്ല സൂക്കോടുമായിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഞാൻ ആളല്ല. ഈ സുന്നത്തുകളൊക്കെ എടുക്കുന്ന ആൾക്ക് അയാൾ പല്ല് തേക്കുന്ന ആദ്യത്തെ തേപ്പിന്റെ സമയത്ത് വായിൽ ഒടിഞ്ഞു വരുന്ന ഉമിനീര് കീപ്പോട്ടിറക്കിയാൽ പല രോഗങ്ങൾക്കും അത് ശിഫയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്. അതുപോലെ തന്നെ വല്ലായ മുസ്സഹു, പല്ല് തേച്ച ബ്രഷ് അത് എങ്ങനെ ഇപ്പൊ ഇനി മലയാളം പറയാ? ഞങ്ങളെ കീശേരിക്കാരൻ മലയാളം പറയാ അത് ഈമ്പുകയാണ് എന്ന് പറഞ്ഞാൽ അത് വായിലിട്ടിട്ട് ഇങ്ങനെ മേപ്പിട്ട് വയ്ക്കുക, അതിന് ചുംബിക്കുക എന്ന് പറയണ്ട, വായിലിട്ട് ഈമ്പുക എന്നൊക്കെ പറഞ്ഞ് വേറെ വല്ല അർത്ഥം ഉണ്ടെങ്കിൽ ആരോരാജ്യം ഇങ്ങളെന്താ പറയലെന്ന് വെച്ചാൽ അത് പറഞ്ഞോളി, അതിനനുസരിച്ച് എനിക്ക് തിരിയും. മനസ്സിലായില്ലേ? ആന്നെ ഈമ്പ, അത് ഞങ്ങളെ കീശേരി ഭാഷയാണ്. അപ്പൊ അത് മറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കും വേണം. ഈ ബ്രഷ് കൊണ്ട് ഏത് ബ്രഷായാലും വേണ്ടി, അറക്ക് ഉൾപ്പെടെയുള്ള ഏത് ബ്രഷ് കൊണ്ട് നമ്മള് വായിൽ നന്നായി പല്ല് തേച്ചാൽ ആ വായിലുണ്ടാവുന്ന ഈ അണുക്കളൊക്കെ ഉണ്ടല്ലോ അത് ഈ ബ്രഷിന്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. അത് ഇനി നിങ്ങൾ അത് വായിലിട്ട് ഈമ്പിയാല് അത് തന്റെ വായിലേക്ക് തന്നെ രണ്ടാമത് പ്രവേശിക്കുകയും അത് ഉള്ളിലെത്തിപ്പെടുകയും ചെയ്യാൻ ഇടവരും. അതേ സമയത്ത് അറാക്കാണെങ്കിൽ പുറത്തു വെച്ചാൽ ഏതാനും സെക്കൻഡുകളെ കൊണ്ട് ആ അണുക്കളെല്ലാം നിർജീവമാകും. സ്വയം അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറാക്കിന് കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് നമ്മളെ ഈ പ്ലാസ്റ്റിക് ബ്രഷൊക്കെ ഉണ്ടല്ലോ അതിന്മേലൊക്കെ ഈ അണുക്കളെല്ലാം അങ്ങനെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ചില വീടുകളിലൊക്കെ ഉണ്ട് ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കളുടെ ഒക്കെ പാടെ ഒരു പാത്രത്തിലാണ് ഇട്ടേക്കും. എന്നിട്ട് ഈ ബ്രഷിന്റെ പരസ്പരം തൊട്ടിരിക്കും. പല രോഗങ്ങളും പകരാൻ അത് കാരണമാവും. കാരണം എന്താ? ഈ പ്ലാസ്റ്റിക് ബ്രഷിന്റെ അതുപോലെയുള്ള വസ്തുക്കളുടെ ഇടയിലൊക്കെ ഈ അണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കും ധാരാളം. അത് സ്വയം നശിപ്പിക്കാനുള്ള കഴിവ് ആ വസ്തുക്കൾക്കൊന്നും ഇല്ലതാനും. അങ്ങനെ വരുമ്പോൾ നന്നായി കഴുകിയതിന് ശേഷമേ രണ്ടാമത് ആ ബ്രഷ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കൽ ബ്രഷ് തേച്ച് മാറ്റിവെച്ച ബ്രഷ് രണ്ടാമത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകിയിരിക്കണം. എന്നാൽ അറാക്കിന് ഈ നിയമം ബാധകല്ല.
അറാക്ക് ഒരിക്കൽ തേച്ചിട്ട് നിങ്ങൾ കഴുകാതെ തന്നെ അവിടെ വെച്ചേക്കുകയാണെങ്കിലും രണ്ടാമത് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എടുക്കുമ്പോൾ വെള്ളത്തിൽ കഴുകാതെ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു അപകടവുമില്ല. കാരണം വായിൽ നിന്ന് അവയിലേക്ക് പറ്റിപ്പിടിച്ച ഈ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു കുദറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറാക്കിന്റെ നീരിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വയം നശിച്ചു പോകും. ഏതായാലും ഇതിന്റെ ഇടയിൽ ഈ പല്ല് തേക്കുമ്പം വായിലുള്ളതായിരിക്കുന്ന പല അണുക്കളും ഈ ബ്രഷിൽ പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് തേച്ച് കഴിഞ്ഞ ബ്രഷ് വായിലിട്ട് ഊമ്പരുത് എന്ന് പറയാൻ കാരണം അതാണ്. ഇനി ഉയുന്തബൂ സുന്നത്താക്കപ്പെടുമ്പോ പല്ലേക്കുന്നതിന് പുറമെ അത്തഹ്ലീലു പല്ലിന്റെ ഇടകുത്തൽ ഖബല സിവാക്കി പല്ലേക്കുന്നതിന് മുമ്പോ ഔബഅദഹോ അതല്ലെങ്കിൽ പല്ലേറ്റതിന് ശേഷമോ. ബ്രഷ് ചെയ്ത് മിസ്വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പോ ശേഷമോ പല്ലിന്റെ ഇടകുത്ത എന്തിനെ തൊട്ട് മിന്നസരി താം ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നിട്ടും ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഭക്ഷണം കഴിച്ച ഉടനെയായാലും അല്ലെങ്കിലും അവിടങ്ങളിലായി അഴുക്കുകളോ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളോ ഒക്കെ ശേഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി പല്ലിന്റെ ഇടകുത്തൽ സുന്നത്താണ്. അത് ഈ അറാക്കിന്റെ കൊള്ളി കൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതല്ലെങ്കിൽ മറ്റു കൊള്ളി കൊണ്ടാവുമ്പം മുള പോലെയുള്ള മൂർച്ചയുള്ളതല്ലാതിരിക്കൽ പ്രത്യേകം വേണ്ടതാണ്. അത് കറാഹത്താണ്. കാരണം മുറിവ് വരാനും മറ്റുമൊക്കെ കാരണം. ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ പല്ല് തേക്കൽ സുന്നത്തുള്ള സമയത്തൊക്കെ പല്ലിന്റെ ഇടകുത്തലും സുന്നത്താണ്. രക്തം വന്ന് നശാവുമെന്ന് പേടിയില്ലെങ്കിൽ. അങ്ങനെ വന്നാൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഡെന്റിസ്റ്റുകൾ പറയുന്ന ബ്രഷ് വിലങ്ങനെ പിടിച്ചിട്ട് മേലെ പല്ലിൽ നിന്ന് കീപ്പോട്ടും താഴെ പല്ലിൽ നിന്ന് മേപ്പോട്ടും തേക്കണം എന്ന ഉപദേശം അപ്രസക്തമാകും. ഈ ഇടകുത്തുക എന്ന് പറയുന്ന സുന്നത്ത് നമ്മൾ അമല് ചെയ്താൽ അത് ചെയ്യുന്നവർക്ക് പിന്നെ ഇവർ പറഞ്ഞേക്ക് ഇങ്ങനെ മേലെന്ന് കീപ്പോട്ടും താഴ്ന്ന് മേപ്പോട്ടും വിലങ്ങനെ പിടിച്ചിട്ട് തേക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ല, ബ്രഷ് ഇത് ചെയ്യുന്നില്ലെങ്കിലോ ഈ ഇടകുത്തുക എന്നുള്ള നിരക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, തേക്കല്ലാണെന്നും മനസ്സിലായില്ല. അപ്പൊ രണ്ടും രണ്ടാണ്. എന്നാൽ രണ്ടും സുന്നത്താ. ബ്രഷ് ഉപയോഗിക്കലും സുന്നത്താണ്, ഇടകുത്തലും സുന്നത്താണ്. എന്നാൽ കൂട്ടത്തിൽ ഏതാണ് അഫ്ദല്? വസ്സിഫാഖു അഫ്ദലു മിൻഹു. പല്ലിന്റെ ഇടകുത്തുന്നതിനേക്കാളും അഫ്ദല് മിസ്വാക്ക് ചെയ്യലാ. എന്തിനാ അങ്ങനെ പറയുന്നത് വെച്ചാൽ രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി. രണ്ടും കൂടി ചെയ്യുന്നില്ല, രണ്ടാരും ഒന്നാണ് ചെയ്യുന്നതെങ്കിൽ ഏതാണ് ചെയ്യേണ്ടത്? അപ്പൊ മിസ്വാക്ക് ചെയ്യലാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നർത്ഥം. ഖിലാഫൻ ലിമൻ അകസ. ഇതിന് നേരെ വിപരീതം പറഞ്ഞ ചില ഇമാമിങ്ങൾക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞത് അഫ്ദല് പല്ലിന്റെ ഇടകുത്തലാണ്, അതിന്റെ തൊട്ട് താഴെയുള്ള പദവിയെ ബ്രഷ് ചെയ്യുന്നതിനുള്ളൂ എന്ന്. എന്നാൽ അങ്ങനെയല്ല, ബ്രഷ് ചെയ്യുന്നത് തന്നെയാണ് അഫ്ദല്. അതിന്റെ തൊട്ടടുത്ത സ്ഥാനമാണ് ഇടകുത്തുന്നതിന്. രണ്ടും ചെയ്താൽ വളരെ നന്നായി. രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ മുൻഗണന കൊടുക്കേണ്ടത് ഇടകുത്തലിനല്ല തേക്കലിനാണ് എന്നർത്ഥം. ഇനി വലായുക്റഹു കറാഹത്താക്കപ്പെടുകയില്ല. ആ മിസ്വാക്കാണ് കഴിഞ്ഞോട്ട്, എന്നിട്ട് നിർത്താം നമുക്ക്. ബിസിവാക്കി വൈരി മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് തേക്കൽ കറാഹത്ത് ഇല്ല. അയാള് തേക്കണ മിസ്വാക്ക് കൊണ്ട് വേറൊരാൾക്ക് പല്ല് വെക്കുക. പക്ഷേ ഏതാണ് ഈ വേറെ ആള്? അയാള് അതിന് ആ വയറ് ആ മറ്റേ ആള് സമ്മതം കൊടുത്താണ്. അതിപ്പോ നാട്ടുകാരനൊന്നും ഇപ്പൊ അങ്ങനെ പോവില്ല. ഒന്നിരിക്കൽ തബറുക്കിന് പറ്റുന്ന ആളുകളുടേതായിരിക്കും. അതല്ലെങ്കിൽ ഭാര്യ തേച്ചത് കൊണ്ട് ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവ് തേച്ചത് കൊണ്ട് ഭാര്യ, അല്ലെങ്കിൽ ഉമ്മയെ വാപ്പയെ തേച്ചത് കൊണ്ട് മക്കള്, അല്ലെങ്കിൽ മക്കള് തേച്ചത് കൊണ്ട് ഉമ്മ എന്ന് വെച്ചോളി. അതിപ്പോ വലിയ അടപ്പൊന്നും കരുതണ്ടായില്ലല്ലോ. അങ്ങനെ അവർക്കത് സമ്മതം ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് തേക്കുന്നതുകൊണ്ട് കറാഹത്തൊന്നും ഇല്ല. സമ്മതം തന്നെ വാചികമായിട്ടുള്ള സമ്മതാണ്. അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ആ വയറിന്റെ ആ മറ്റേ ആൾക്ക് തൃപ്തിയുണ്ട് എന്ന് അറിഞ്ഞു. ഭാര്യയ്ക്ക് തൃപ്തിയാണ് ഭർത്താവ് അവളുടെ മിസ്വാക്ക് കൊണ്ട് തേക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടമാണ് ഭാര്യ ആ മിസ്വാക്ക് കൊണ്ട് തേക്കുന്നത്, അല്ലെങ്കിൽ മകന് തൃപ്തിയാണ് വാപ്പ അത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വാപ്പക്ക് തൃപ്തിയാണ് മകൻ അത് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടാലും മതി. അവിടെ പിന്നെ വാക്കാൽ പറഞ്ഞോളന്നില്ല. ഒരു പക്ഷേ വാക്കാൽ സമ്മതം കൊടുക്കണം, അതല്ലെങ്കിൽ അയാൾക്ക് തൃപ്തിയാണ് എന്ന് അറിഞ്ഞിരിക്കണം.
എന്നാൽ വയില്ല, മറ്റൊരാളുടെ മിസ്വാക്കാണ്, അയാൾ സമ്മതവും കൊടുത്തിട്ടില്ല, അയാൾക്ക് തൃപ്തി ഉണ്ടോ എന്നുള്ള കാര്യം അറിയുകയും ഇല്ല, അങ്ങനെ മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കൽ ഹറാമാണ്, വസ്ബാണ്. അവിടെയാണ് വസ്ബ്. ഇന്നലെ നമ്മളെ തങ്ങൾ പാപ്പ പറഞ്ഞേക്ക് കവർച്ച ചെയ്തെടുക്കുക എന്നൊന്നും അതിന് അർത്ഥം വെക്കേണ്ടതില്ല. അനധികൃതമായ ഉപയോഗം എന്ന് പറയുന്നതിൽ പെടും. മനസ്സിലായില്ലേ? അനധികൃതമായി ഉപയോഗിക്കുക, മറ്റൊരാളുടെ വസ്തുവാണ്, അയാളുടെ സമ്മതമോ തൃപ്തിയുണ്ട് എന്ന ധാരണയോ ഇല്ലാതെ അത് എടുത്തുപയോഗിക്കുമ്പോൾ വസ്ബാവും, അപ്പോൾ അത് ഹറാമുമാണ്. ഏതുപോലെ അഹ്ദിഹി, മിസ്വാക്കിനെ എടുക്കൽ ഹറാമാവുന്നത് പോലെ, മിൽക്കിൽ ഗൈരി, മറ്റൊരാളുടെ ഉടമയിൽ നിന്നും. എന്ന് പറഞ്ഞാല് നമ്മളെ അയലോക്കത്തെ വളപ്പില്, ആ വളപ്പിലുള്ളതായ നല്ല ഒരു വാസനയുള്ള മരമുണ്ട്, അയാളോട് സമ്മതം ചോദിക്കാതെ അതിന്മേ പോയിട്ടൊരു കൊമ്പ് മുറിച്ചെടുത്തു. എന്തിനു വേണ്ടിയിട്ട്? മിസ്വാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ഹറാമാണ്, കാരണം അത് വസ്ബാണ്. ആരാന്റെ വസ്തു? സമ്മതമില്ലാതെ എടുത്തതാണ്. എന്നതുപോലെ തന്നെ ഒരാള് ഉപയോഗിക്കുന്ന അയാളുടെ മിൽക്കിലുള്ള ഒരു മിസ്വാക്ക് അയാളുടെ തൃപ്തിയുണ്ടെന്നോ അയാളുടെ സമ്മതമോ ഇല്ലാതെ എടുത്തുകൊണ്ട് ഉപയോഗിക്കൽ ഹറാമാണ്. പക്ഷേ മാലം തെജിരി ആദത്തുൻ, ആ നാട്ടില് നടപ്പ് നടന്നു പോയിട്ടില്ലെങ്കിൽ, ബിൽ ഏറാതെ എന്നോ, മറ്റൊരാളുടെ ഉടമ തന്നെയാണ്, പക്ഷെ അത് തേച്ചിട്ട് അവിടെ വെക്കും. അതെ, ഔതുങ്ങിൽ വെച്ചത് എടുക്കരുത് എന്നല്ല, അവിടെ രണ്ട് സൈസ് ഉണ്ട്. ആദത്ത് നടന്നാണ്. ചില നാട്ടിലുണ്ട്, ഒപ്പൊക്കെ കുറവാ. പണ്ടൊക്കെ പള്ളിക്കുളം ഉണ്ടായിരുന്ന സമയത്ത് ചില കാരണന്മാരുണ്ടാവും, കുറെ മിസ്വാക്ക് ചെത്തിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ കുളത്തിന്റെ പടവുമ്മൽ വെക്കും. എന്തിനാന്ന് വെച്ചാല് ശരിയായിട്ട് സ്വന്തം മിസ്വാക്ക് കൊണ്ടിറക്കാത്ത ആളുകള് കുളത്ത് കാണുന്നൊക്കെ കൊടുക്കുക. ഒന്നു കൊടുക്കാൻ വരുന്ന സമയത്ത് ഈ വെച്ച മിസ്വാക്ക് ഒന്ന് കുളത്തിലിട്ട് നല്ലോണം കഴുകിയിട്ട് അങ്ങോട്ട് പല്ല് വെക്കും. പല്ല് തെളിച്ചിട്ട് മൂപ്പര് എന്താക്കും, രണ്ടാമത് കഴുകിയിട്ട് ആ പടവുമ്പോ തന്നെ അവിടെ വെക്കും. അടുത്തൊരാൾ വരുമ്പം അയാൾ രണ്ടാമത് ഈ കുളത്തിലിട്ട് മിസ്വാക്ക് നല്ലോണം കഴുകിയിട്ട് പല്ല് വെക്കും. പല്ല് വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് കഴുകിയിട്ട് ആ കുളത്തിന്റെ പടവുമ്പോ തന്നെ വെക്കും. ഇങ്ങനെ ഉണ്ടായിരുന്നു മുമ്പ്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഓതുന്ന കാലത്ത് പള്ളിക്കുളത്തുകളിൽ ധാരാളം മിസ്വാക്കുകൾ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു ആദത്ത് നടന്നോർത്താണെങ്കിൽ എടുത്തുപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബില്ലേറാതി എന്ന് പറഞ്ഞാൽ ഒരാൾ കൊണ്ടുവന്ന് വെച്ച് തന്നെയാണ്, അപ്പൊ അയാളെ മിൽക്കാണല്ലോ. പക്ഷെ അയാളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞു കളയല, പിന്നെ അത് എടുത്തുകൊണ്ടോലും കാര്യമൊന്നുമില്ല, ആർക്കും ഉപയോഗിക്കാം. എന്നൊരു ആദത്തുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ആളുടെ ഉടമ വേണം, അല്ല അനുമതി വേണം, അല്ലെങ്കിൽ തൃപ്തി ഉണ്ടാവും എന്നുള്ള അറിവ് വേണം. അതല്ലാത്ത സാഹചര്യത്തിൽ ഹറാമാവും. അതേസമയത്ത് ഇങ്ങനെ ഒരാളുടെ തന്നെ ആണെങ്കിലും അയാളത് ഉപയോഗിച്ച് അവിടെ വെച്ച് പോയാൽ രണ്ടാമത് അത് ശ്രദ്ധിക്കലില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഉപയോഗിക്കാം. ഇനി ഇങ്ങനെയൊക്കെ സുന്നത്താണ്, എപ്പോഴും സുന്നത്താണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ വയുക്റഹു, കറാഹത്താക്കപ്പെടും മിസ്വാക്ക് ലിസ്വായിമി, നോമ്പുകാർക്ക്. അത് ഫർദ് നോമ്പായാലും സുന്നത്ത് നോമ്പായാലും നോമ്പ് നോറ്റവർക്ക് കറാഹത്താക്കപ്പെടും. ബദസവാരി, ഉച്ചയ്ക്ക് ശേഷം 100 വഖ്ത് കടന്നതിന് ശേഷം അങ്ങോട്ട് പിന്നെ കറാഹത്താക്കപ്പെടും. പിന്നെ അപ്പോ നോമ്പുകാർക്ക് ഉച്ചന് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത് തന്നെ. ഇല്ലം യതഗയ്യർ ഫമുഹു, എപ്പോഴാണ് ഈ കറാഹത്ത്? വായ പകർച്ച ആയിട്ടില്ലെങ്കിൽ, ബിനഹ്വി നൗമിൻ, ഉറക്കം പോലത്തത് കൊണ്ട്, അതല്ലെങ്കിൽ ദുർഗന്ധമുള്ള വല്ല വസ്തു മറന്ന് ഭക്ഷിക്കൽ കൊണ്ട് വായ പകർച്ചയായാൽ ആ പകർച്ച മാറ്റാൻ വേണ്ടി മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് കറാഹത്തില്ല എന്നാണ് ഇപ്പോ ഈ ലാസ്റ്റ് പറഞ്ഞുകൊണ്ട് കിട്ടിയത്. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഅ്തമദാക്കിയതിനെതിരാണത്. മനസ്സിലായില്ലേ? ഫൈൻ തഗയ്യറ ബിഹി ലം യുക്റഹ് എന്നാണ് പറഞ്ഞിട്ട്, വായ ദുർഗന്ധമുള്ള വല്ല വസ്തു മറന്ന് ഭക്ഷിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഉറങ്ങിയത് കൊണ്ടോ ഒക്കെ വായ പകർച്ചയായതാണെങ്കിൽ ഉച്ചന്റെ ശേഷമാണെങ്കിലും നോമ്പുകാർക്ക് പല്ല് തേക്കൽ കറാഹത്തില്ല. അങ്ങനെ ഉറക്കം കൊണ്ടോ മറന്നു ഭക്ഷിച്ചത് കൊണ്ടോ മറ്റോ പകർച്ചയായതാണെങ്കിൽ കറാഹത്തില്ല. അല്ലാതാണെങ്കിൽ ഈ കറാഹത്ത് ഉള്ളൂ. കണ്ടോ, തൊയ്ഫയിലൊക്കെ പറഞ്ഞതിന്റെ എതിരാണ് ഈ കൗല്. അപ്പൊ അവിടെ ഇങ്ങനെ പകർച്ച വന്നാൽ പോലും
ഉച്ചന്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്ത് തന്നെ എന്നതാണ് മദ്ഹബിൽ മുഅ്തമദ്. ത്വയ്ഫന്റെ ഇബാറത്ത് വലൗ അക്കല ബഅദ സവാരി നാസിയൻ, ഉച്ചന് ശേഷം ഒരാൾ ഭക്ഷണം കഴിച്ചു, നാസിയൻ നോമ്പിന്റെ കാര്യം മറന്നുകൊണ്ട്, മോയിറൻ വായു പകർച്ചയാക്കുന്ന വല്ല വസ്തുവിനെയും ഭക്ഷിച്ചു, ഔ നാമ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങി, അവിന്തബഹ അല്ലെങ്കിൽ ഉറക്കിൽ നിന്നിട്ട് ഉണർന്നു, ഇങ്ങനെയൊക്കെ വിസ്വാക്ക് സുന്നത്താവുന്ന മറ്റു കാര്യങ്ങൾ സംഭവിച്ചാൽ കുരിഹ ഐളൻ അലൽ ഔജുഹി, എന്നാലും ഉച്ചന്റെ ശേഷം പല്ല് തേക്കുക എന്നത് നോമ്പുകാരന് കറാഹത്ത് തന്നെയാണ് അലൽ ഔജുഹി. ലിഅന്നഹു ലാ യംനഉ തഗ്യ്യിറ الصومി ഫഫീഹി ഇസാലത്തു ലഹു. നോമ്പ് കൊണ്ടുള്ള ഖലൂഫ് ഫമ് എന്ന് പറയുന്ന ആ ഖലൂഫ് പോവും, ഈ കാരണത്തിന് വേണ്ടി തേച്ചാലും പോവുമല്ലോ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഇങ്ങനെ പ്രത്യേക കാരണങ്ങളെ കൊണ്ട് പകർച്ച വന്നാൽ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കറാഹത്ത് വരൂലാന്നാ. പക്ഷേ ത്വയ്ഫയിൽ പറഞ്ഞതനുസരിച്ച് മുഅ്തമദ് ഇങ്ങനെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ് എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി വായിൽ വെള്ളം കൊപ്പിടിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ ഓതാം. ഇന്നിപ്പോ മതി, സമയം കുറച്ചധികമായിട്ട്. ഞാൻ പിന്നെ ആ സുന്നത്ത് ഏതായാലും പല്ല് തേക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോ അതൊരു തൽക്കാലം എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പൂർത്തിയാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മുഖേന ഹബീബിന്റെ ഷഫാഅത്തിൽ ഉൾപ്പെട്ട് സ്വർഗലോകത്ത് ഹബീബിനെ കൂടെ ഒരുമിച്ച് കൂടാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആയോടുകൂടി ഇനി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് മൈക്കിൽ വരാൻ വേണ്ടിയിട്ട് മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.